അബാൻഡൻസ് എന്ന് പറയുന്ന ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക് മുഴുവൻ ആളുകളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യും. ഒരുപക്ഷെ നിങ്ങൾ ഏകദേശം ഒരു വർഷത്തിനടുത്തായി നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വേർഡായിരിക്കും ട്രഷർ അല്ലെങ്കിൽ നിധി എന്ന് പറയുന്നത്. എന്താണ് ഈ നിധി? എന്താണ് ഈ ട്രഷർ? ഒരുപാട് ആളുകൾ അവരുടെ ലൈഫിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയതായിട്ട് അത്യത്ഭുതകരമായ അനുഭവ കഥകൾ നിങ്ങൾ കേട്ട് കാണും. അപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് ഈ സെഷൻ അറ്റൻഡ് ചെയ്യുവാൻ വേണ്ടി വന്ന ആളുകളൊക്കെ ഈ ഒരു വിഷയത്തെക്കുറിച്ച്, എന്താണ് ഈ ട്രഷർ, ഇതിലൂടെ ഒരു വ്യക്തിക്ക് എന്താണ് കരഗതമാകുന്നത് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി വന്ന ആളുകളായിരിക്കും. അതുകൊണ്ട് ഈ 3 വേർഡ് ഞാൻ നിങ്ങളോട് പറയുന്നു. ഒന്ന് ട്രഷർ. ട്രഷർ എന്ന് പറഞ്ഞാൽ അതിനൊരു പരിധിയില്ല. നമുക്കൊരു 5, 10, 100 കോടി എന്നതിന് കണക്കാക്കാൻ കഴിയില്ല. ട്രഷറിന് ഒരു പരിധിയില്ല. മനസ്സിലായോ? അത് തന്നെയാണ് അൾട്ടിമേറ്റ് അബാൻഡൻസ് എന്ന് പറയുന്നത്. അതായത് ട്രഷർ, അൾട്ടിമേറ്റ് അബാൻഡൻസ്, ഇതാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ പേരെന്ന് പറയുന്നത്. അപ്പോ ഒത്തിരി ആളുകളുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന, കേൾക്കുന്നില്ല എന്ന് പറയുന്നു. കേൾക്കുന്നില്ലേ മൈ ഡിയർ ഫ്രണ്ട്സ്? ഒന്ന് ടൈപ്പ് ചെയ്തേ, യെസ് ഓർ നോ. യെസ്, കേൾക്കാം. ഒത്തിരി ആളുകളുടെ ലൈഫിൽ വലിയ മാറ്റം കൊണ്ടുവന്ന ഈ ഒരു സംഭവം എന്താണ്, എങ്ങനെയാണ് അവരുടെ ലൈഫിൽ മാറ്റം ഉണ്ടായത് എന്ന് നമുക്ക് ഒരു കുറഞ്ഞ ചില കാര്യങ്ങളിലൂടെ മനസ്സിലാക്കാം. ആദ്യം എനിക്ക് പറയുവാനുള്ളത്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ഞാൻ ഇന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് ആഴത്തിൽ വിചിന്തനം നടത്തണം. കേവലം കേട്ടുപോകരുത്. എന്താണ് ഇവിടെ പറയുന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഇന്നത്തെ ഈ ഒരു സെഷൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിന് ഒരു വഴിത്തിരിവാകും. ഞാൻ പറയുന്നത് യാഥാർത്ഥ്യമല്ലേ, ഇതല്ലേ ലോകത്തിന്റെ പ്രശ്നം എന്ന് നിങ്ങൾ ഇന്ന് തിരിച്ചറിയുവാൻ വേണ്ടി പോവുകയാണ്. അതായത് ഒരാൾ ഈ നിധിയെ കണ്ടെത്തുന്ന രൂപം എങ്ങനെയാണ്, അല്ലെങ്കിൽ എങ്ങനെ ഒരാൾക്ക് അയാളുടെ ഉള്ളിലുള്ള നിധിയെ കണ്ടെത്താം. നമ്മൾ കഴിഞ്ഞ ഈ ട്രഷറിന്റെ സ്റ്റാർട്ടിംഗ് സെഷനിലൊക്കെ പഠിച്ച ഒരു കാര്യമാണ്. ഒത്തിരി ആളുകൾ ഒരുപാട് തരത്തിൽ പ്രയത്നിക്കുന്നു, പ്രയാസപ്പെടുന്നു, പക്ഷെ അവർക്കൊന്നും ജീവിതത്തിൽ വിജയിക്കുവാൻ സാധിക്കുന്നില്ല. എന്നാൽ ചില ആളുകളാവട്ടെ, അവർക്ക് തൊട്ടതെല്ലാം പൊന്നാക്കുവാൻ സാധിക്കുന്നു. ഈ തൊട്ടതെല്ലാം പൊന്നാക്കുവാൻ സാധിക്കുന്ന ഈ വ്യക്തിയും എല്ലാ സമയത്തും പരാജയം, അടിക്കടി ഫെയിലിയർ, പരാജയം, പരാജയം, പരാജയം. ഈ 2 വ്യക്തികളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ സുനിശ്ചിതമായി നമ്മൾ തിരിച്ചറിയണം, വിജയിച്ച ആളുകൾ ഈ ട്രഷറിനെ അറിഞ്ഞോ അറിയാതെയോ കണ്ടെത്തിയവരാണ്. അപ്പൊ നമുക്ക് ഈ ട്രഷറിനെ കണ്ടെത്തുവാനുള്ള ഒരു വഴി ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ തുറന്നിടുകയാണ്. നിങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടിയിട്ട്, ചിന്തിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. കാരണം ഇത് ഒരു വ്യക്തി ജീവിതത്തിൽ തിരിച്ചറിഞ്ഞേ പറ്റൂ. ഒരു വ്യക്തി ഈ കാര്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് പിന്നെ അസുഖങ്ങൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് പിന്നെ പരാജയം ഉണ്ടാവില്ല, അസന്തുഷ്ടി ഉണ്ടാവില്ല. ആ വ്യക്തിക്ക് കുടുംബ പ്രശ്നത്തോട് എന്നേക്കുമായി വിട പറയുവാൻ സാധിക്കും. സോ നമുക്ക് അതിലോട്ട് കടക്കാം. മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവരും ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കുക. എങ്ങനെയാണ് ഒരാൾക്ക് തൻ്റെ ഉള്ളിലുള്ള ഈ നിധിയെ കണ്ടെത്തുക? എങ്ങനെയാണ് ഒരാൾക്ക് അസാമാന്യമായി വിജയിക്കുക? സാധാരണയിൽ കവിഞ്ഞുള്ള വിജയത്തിലോട്ട് ഒരു വ്യക്തിക്ക് എങ്ങനെ പോകുവാൻ സാധിക്കും എന്നത് നമുക്ക് 1, 2 ഞാൻ 4 പോയിന്റ് എന്ന് പറയുന്നുള്ളൂ. 4 കാര്യമേ ഞാൻ പറയുന്നുള്ളൂ. ശ്രദ്ധിക്കൂ. ഗുരു പറയുന്ന ഒരു വേർഡ് ഉണ്ട്. എന്താണ് ആ വേർഡ്? I do not see one other thing than emotion. വൈകാരികതയെ പോലെ ഒരു വസ്തുവിനെ എനിക്കറിയില്ല. വികാരത്തെ പോലെ, ഇമോഷനെ പോലെ, ഫീലിങ്ങിനെ പോലെ. എന്തൊക്കെ വികാരം? എല്ലാം വികാരങ്ങളാണ്. സന്തോഷം വികാരമാണ്, സങ്കടം വികാരമാണ്, ദേഷ്യം വികാരമാണ്, വെറുപ്പ് വികാരമാണ്, എല്ലാം വികാരമാണ്. അപ്പോ വികാരത്തെക്കാളും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഇമോഷനേക്കാളും
പ്രധാനപ്പെട്ട മറ്റൊരു കാര്യത്തെ എനിക്കറിയില്ല. ഐ ഡു നോട്ട് സീ വൺ അതർ തിങ് ദാൻ ഇമോഷൻ. ഇമോഷനേക്കാളും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ എനിക്കറിയില്ല. എന്തിന് ഇമോഷൻ പ്രധാനപ്പെട്ടതാണ്? എന്തിന് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ജനിച്ചിട്ടില്ലാത്ത അവനവന്റെ ഉള്ളിലുള്ള വികാരങ്ങളെ പുതിയതായിട്ട് ജനിപ്പിക്കുവാനും, ജനിച്ചു കഴിഞ്ഞ വൈകാരികതകളെ കൂടുതൽ കൂടുതൽ സങ്കീർണമാക്കുവാനും, അതുപോലെ തന്നെ അതിനെ ഡെവലപ്പ് ചെയ്യുവാനും സാധിക്കുന്ന ഇമോഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കാൾ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഒരു വൈകാരികതയെ കുറിച്ച് അതിനേക്കാൾ മെച്ചപ്പെട്ടൊരു, അതിനേക്കാൾ ഈ വിഷയത്തിൽ എനിക്കൊന്നും അറിയില്ല. അതായത് ഉള്ള വികാരത്തെ, അതല്ലെങ്കിൽ ഇതുവരെ ജനിക്കാത്ത വികാരത്തെ ജനിപ്പിക്കുകയും, ഇതുവരെ ജനിപ്പിക്കപ്പെടാത്ത വികാരത്തെ ജനിപ്പിക്കുകയും, ഉള്ള വികാരത്തെ ഉയർത്തി കത്തിജ്വലിപ്പിക്കുകയും ചെയ്യുന്ന ഈ വൈകാരികത എന്ന് പറയുന്ന ഒന്നിനേക്കാൾ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അപകടകാരിയായ മറ്റൊന്നിനെ എനിക്കറിയില്ല. ഗുരു പറയുന്നു, ഏതൊരുവൻ, ദോസ് ഹു അപ്രോച്ച് ഇമോഷൻസ് കെയർലെസ്ലി, ഏതൊരുവൻ ഈ വികാരത്തെ അശ്രദ്ധമായി സമീപിക്കുന്നുവോ, ഈ വൈകാരികതയെ യാതൊരു ശ്രദ്ധയുമില്ലാതെ, തന്റെ ഉള്ളിലുള്ള വൈകാരികതയെ കുറിച്ച് യാതൊരു ബോധവുമില്ലാതെ ഏതൊരുവൻ ആ വികാരത്തെ സമീപിക്കുന്നുവോ, he or she will arise new emotions which is not already existed. ആ വ്യക്തി ഇപ്പോൾ അയാളിൽ ഇല്ലാത്ത, അയാളിൽ ഉടലെടുത്തിട്ടില്ലാത്ത പുതിയ വികാരങ്ങളെ അയാൾ ഉണ്ടാക്കുകയും, അതേപോലെ തന്നെ ഇപ്പോൾ അയാളിൽ ഉള്ള വികാരങ്ങളെ വളർത്തി വലുതാക്കി ഡെവലപ്പ് ആക്കുകയും ചെയ്യും എന്നതാണ് ഗുരു പറയുന്നത്. അപ്പൊ ശരിക്കും ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവർ. ഒന്ന്, നമ്മുടെ ഉള്ളിലുള്ള വൈകാരികതയെ കുറിച്ച് നമുക്ക് യാതൊരു ബോധവും ഇല്ല എങ്കിൽ, ഇന്നോ ഇന്നലെയോ ഇല്ലാത്ത വികാരങ്ങളെ നാളെ ഉണ്ടാക്കുവാനും, ഇന്നോ കാലങ്ങളായി നമ്മുടെ ഉള്ളിൽ ഉറഞ്ഞുകൂടിയിരിക്കുന്ന വികാരങ്ങളെ അതിനെ ഉയർത്തുവാനും കത്തിക്കുവാനും ഡെവലപ്പ് ചെയ്യുവാനും ആ വികാരം തന്നെ മതി, അതിനെ അശ്രദ്ധമായി കൈകാര്യം ചെയ്താൽ എന്നാണ് ഗുരു ഇവിടെ പറയുന്നത്. ഞാൻ ഒറ്റ ഉദാഹരണം പറഞ്ഞുതരാം. നമ്മൾ മാർക്കറ്റിലൂടെ നടന്നു പോകുന്ന സമയത്ത് നമ്മൾ ഒരു ഷണ്ട കാണുന്നു. ഈ ഷണ്ട കാണുമ്പോൾ നമ്മൾ അതിലോട്ട് നോക്കിയിരിക്കുന്നു. അപ്പൊ നമുക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പോ ഒരുപക്ഷെ നമ്മൾ അതിലോട്ട് എടുത്തു ചാടുന്നു. അവിടെ ആ ഷണ്ടയിൽ എടുത്തു ചാടി, ആ ഒരു പ്രശ്നത്തിൽ എടുത്തു ചാടി ഒരുപക്ഷെ നമ്മളായിരിക്കും അതിന്റെ നായകത്വം പിന്നീട് വഹിക്കുക. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈ മനുഷ്യന് തന്റെ വികാരത്തെ കുറിച്ച് യാതൊരു ബോധവുമില്ല. പ്രഷർ പഠിച്ച ഒരാളാണെങ്കിൽ, പ്രഷർ കൈവശം വെച്ച ഒരാളാണെങ്കിൽ, ഭൂമി കുലുങ്ങിയാലും തന്റെ ഇമോഷൻ തന്റെ കൈകളിൽ തന്നെ നിൽക്കും. ഭൂമി കുലുങ്ങിയാലും തന്റെ ഉള്ളിലുള്ള ദേഷ്യമാവട്ടെ, സങ്കടമാവട്ടെ, അല്ലെങ്കിൽ തന്റെ ഉള്ളിലുള്ള ഒരു വൈകാരികതയെയും കത്തിജ്വലിപ്പിക്കുന്ന ഒരവസ്ഥയിലോട്ട് പോകില്ല. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഞാൻ ഒറ്റ കാര്യം പറയട്ടെ പ്രിയപ്പെട്ടവരെ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു മിസ്റ്റിക്കാണ് ശ്രീബുദ്ധൻ. അദ്ദേഹത്തിന്റെ ഒരു ലൈഫ് സ്റ്റോറി. കാരണം ഇത് എത്രത്തോളം നിങ്ങൾ പഠിച്ചിരിക്കണം എന്നതിനെ കുറിച്ച് നിങ്ങൾ ഗൗരവമായിട്ട് തിരിച്ചറിയണം. ഇത് പഠിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ലോകത്തുള്ളൂ. അറിവില്ലായ്മയാണ് പ്രിയപ്പെട്ടവരെ ലോകത്തിന്റെ പ്രശ്നം. അറിവില്ലായ്മയാണ് ലോകത്തിന്റെ പ്രശ്നം, മറ്റൊന്നുമല്ല. അറിവില്ലായ്മ മാത്രം. ശ്രീബുദ്ധന്റെ അടുത്തേക്ക് ഒരാൾ വന്ന് അദ്ദേഹത്തെ ചീത്ത പറയുന്നു. ചീത്ത പറഞ്ഞ് അദ്ദേഹത്തോട് പറയുന്നു, നീ യുവാക്കളെ പിഴപ്പിക്കുന്നു, പുതിയ ആശയങ്ങൾ കൊണ്ടുവരുന്നു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ചീത്ത പറഞ്ഞ അവസാനം അദ്ദേഹത്തിന് മുഖത്ത് കാർക്കിച്ചു തുപ്പി ആ മനുഷ്യൻ ദേഷ്യത്തോടുകൂടി തിരിഞ്ഞുപോയി. അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ അനുയായികൾക്കൊക്കെ ഭയങ്കര ദേഷ്യം വന്നു. അവർ ബുദ്ധനോട് ചോദിച്ചു, ഞങ്ങൾ അദ്ദേഹത്തിന് എതിരെ പ്രതികരിക്കട്ടെ, വാളോങ്ങട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. തന്റെ മുഖത്ത് നിന്ന് ആ തുപ്പുനീർ അദ്ദേഹം തുടച്ച് വൃത്തിയാക്കി. അതിനുശേഷം
അദ്ദേഹം സാധാരണ രൂപത്തിൽ ജീവിച്ചു. അടുത്ത ദിവസം വീണ്ടും ഈ മനുഷ്യൻ വന്നു. ആ മനുഷ്യന് അന്ന് രാത്രി ഉറങ്ങാൻ പറ്റിയില്ല. ഞാൻ ബുദ്ധനെ ചീത്ത പറഞ്ഞത് ഓക്കെ, പക്ഷെ തുപ്പണ്ടില്ലായിരുന്നു, തുപ്പിയത് കുറച്ച് അധികമായി പോയി. അതുകൊണ്ട് അദ്ദേഹത്തിന് വലിയ വിഷമം തോന്നി. അങ്ങനെ അദ്ദേഹം ബുദ്ധനോട് മാപ്പ് ചോദിക്കാൻ വേണ്ടി വിഷമത്തോടു കൂടി അടുത്ത ദിവസം വന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ബുദ്ധനോട് പറഞ്ഞു, ഗുരു, ഞാൻ ചെയ്തത് അല്പം കൂടിപ്പോയി, ഞാൻ ആ സമയത്ത് വിക്ഷോഭത്താൽ പറഞ്ഞു പോയതാണ്, അങ്ങനോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞപ്പോൾ ശ്രീ ബുദ്ധൻ പറഞ്ഞു, ഞാൻ എന്ത് നിന്നോട് ക്ഷമിക്കണം, നീ എന്നോട് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാ ക്ഷമിക്കുന്നത്? അപ്പൊ അദ്ദേഹം ചോദിച്ചു, അല്ല ഗുരു, ഞാൻ ഇന്നലെ വന്ന് ചെയ്തു, തുപ്പി. അപ്പൊ ബുദ്ധൻ പറഞ്ഞു, ഇന്നലെയുള്ള നീ അല്ല ഇന്ന്, ഇന്നലെയുള്ള നീ മാറി, ഇന്നലെയുള്ള നിന്നോടാണ് ഞാൻ ക്ഷമിക്കേണ്ടത്, ഇന്ന് നീ ഇന്നലെയുള്ള ആളല്ലല്ലോ. എങ്ങനെ ഒരു മനുഷ്യന് ഈ രൂപത്തിൽ പ്രതികരിക്കുവാൻ സാധിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ, അത് പ്രവാചകന്മാരുടെയും മുഹമ്മദ് നബിയുടെ ഒരു സ്റ്റോറി ഉണ്ട്. അദ്ദേഹത്തിന്റെ തോളിലുള്ള ഒരു വിരിപ്പ്, ഒരു കാട്ടറബി അല്ലെങ്കിൽ ഒരു നാടോടി ഒരു അറബി അത് പിടിച്ചു വലിച്ച് അദ്ദേഹത്തിന്റെ കഴുത്ത് ബ്ലീഡിംഗ് ആയ ഒരു സംഭവത്തെ കുറിച്ച് നമ്മൾ കേട്ട് കാണും, ഒത്തിരി ആൾക്കാർ കേട്ട് കാണും. കൂടെയുള്ള ആളുകൾക്ക് ദേഷ്യം വന്നപ്പോൾ ഇതേമാതിരി അദ്ദേഹം പ്രതികരിച്ചു. അദ്ദേഹം പറഞ്ഞു, എന്താണ് താങ്കളുടെ ആവശ്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ധനം വേണം, പണം വേണമെന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന് ആവശ്യമായ ധനം കൊടുക്കുവാൻ വേണ്ടി ഉത്തരവിടുകയും അദ്ദേഹത്തോട് യാതൊരുവിധ ഭഗവേദവും കാണിക്കാതെ പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തെ പറഞ്ഞയക്കുകയും ചെയ്ത ചരിത്രം നിങ്ങൾ കേട്ട് കാണും. ഇതേപോലെ യേശുക്രിസ്തുവിന്റെ ലൈഫിൽ നൂറുകണക്കിന് ഉദ്ധരിക്കാനുണ്ട്. ഞാൻ സമയക്കുറവ് കൊണ്ടാണ്. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? അവരെല്ലാം ട്രഷർ കണ്ടുപിടിച്ച ആളുകളായിരുന്നു, അവരെല്ലാം ട്രഷർ തൊട്ട ആളുകളായിരുന്നു, അവരെല്ലാം ട്രഷർ കൈവശം വെച്ച ആളുകളായിരുന്നു. ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് മതി പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം മാറ്റാൻ. ഒന്ന് ചിന്തിച്ചു നോക്കൂ. അതായത് തന്റെ വൈകാരികത, ഈ വൈകാരികതയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈ വൈകാരികത, ഇമോഷൻസ്, അവനവന്റെ ഉള്ളിലുള്ള ഇമോഷൻസ്, ഇതുവരെ ജനിച്ചിട്ടില്ലാത്ത പുതിയ ഇമോഷൻസിനെ ജനിപ്പിക്കുകയും നിലവിൽ ഉള്ള ഇമോഷൻസിനെ വർദ്ധിപ്പിച്ച് കത്തിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഏതൊരുവൻ തന്റെ ഉള്ളിലുള്ള ഇമോഷൻസിനെ കുറിച്ച് യാതൊരു ശ്രദ്ധയുമില്ലാതെ സമീപിക്കുന്നുവോ അയാൾക്ക് ഈ അപകടം സംഭവിക്കും. ഇന്നലെ വരെ ഇല്ലാത്ത, അതാണ് റോട്ടിലൂടെ നടന്നു പോകുമ്പോൾ അദ്ദേഹം പോകുന്ന സമയത്ത് ആ വികാരമില്ല, പക്ഷെ അവിടെ എത്തിയപ്പോൾ അതുണ്ടായി, ഇല്ലാത്തതുണ്ടായി. ഇനി ഉള്ളതോ അത് കത്തിച്ച് അദ്ദേഹം എറേസ് ചെയ്ത് അതിനെ അദ്ദേഹം തന്നെ നശിപ്പിക്കുവാൻ ആവശ്യമായിട്ടുള്ള ഒരു ആറ്റം ബോംബായിട്ട് മാറ്റുന്നു. ഇതൊരു സത്യമല്ലേ പ്രിയപ്പെട്ടവരെ? യെസ് ഓർ നോ? പ്ലീസ് ടൈപ്പ് യെസ് ഓർ നോ. മഹാഭൂരിപക്ഷം ആൾക്കാരും ലൈഫിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമല്ലേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത്? യെസ് ഓർ നോ? പ്ലീസ് ടൈപ്പ്. ഇതാണ് പരമമായ സത്യം. ഈ ഒരു സത്യത്തെ തിരിച്ചറിഞ്ഞ് അവനവന്റെ ഉള്ളിലോട്ട് നോക്കുവാൻ ഏതൊരു വ്യക്തി ഏത് നിമിഷം തയ്യാറാകുന്നു ആ വ്യക്തിയായിരിക്കും ജീവിതത്തിൽ വിജയിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, our peace, നമ്മുടെ സമാധാനം, നമ്മുടെ ശാന്തി, നമ്മുടെ വൈകാരികത കൺട്രോൾ, ഇമോഷണൽ കൺട്രോൾ, ഇത് 100% നമ്മളിൽ ഡിപ്പെൻഡ് ആണ്. അതാണ് ട്രഷർ പഠിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത്. തോന്നിയതുപോലെ ജീവിക്കാൻ കഴിയില്ല. You will definitely reach there when you touch your treasure. നിങ്ങളെ ഉള്ളിലെ നിധിയെ തൊട്ട് കഴിഞ്ഞാൽ, ഇത്രയോ ആളുകളുടെ ഉള്ളിൽ റോട്ടിലിറങ്ങുമ്പോൾ ഭയം. എന്താ സംഭവം? അവന്റെ ഉള്ളിൽ, ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ഇമോഷൻസിനെ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുവാൻ അദ്ദേഹം ഒരു കാര്യവും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇല്ലാത്തതിനെ ജനിപ്പിക്കുകയും ഉള്ളതിനെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് ഗുരു പറയുന്നത്. അടുത്തത് രണ്ടാമത്തെ കാര്യം പറയുന്നത് എന്താ ചോദിക്കുകയാണെങ്കിൽ, I do not see another thing than mark of impulsive, which is arise and ill, and arise and ill will increase and expands. I do not see other thing than mark of repulsive, വിദ്വേഷം പോലെ ഉള്ളിലുള്ള വെറുത്ത, കറുത്ത,
മുഷിപ്പിക്കുന്ന, അറപ്പും വെറുപ്പും ഉളവാക്കുന്ന ചിന്തകളെക്കാളും അപകടകാരിയായ ഒന്നിനെ എനിക്കറിയില്ല. അങ്ങനെ ഒരു അവസ്ഥ ഒരു വ്യക്തിയുടെ ഉള്ളിലുണ്ടെങ്കിൽ ആ വ്യക്തി which is an ill, ഇതുവരെ ഇല്ലാത്ത പുതിയ രോഗങ്ങളെ അതുണ്ടാക്കുന്നു. an ill മാത്രമല്ല, നിലവിൽ ഉള്ള രോഗത്തെ അത് വർദ്ധിപ്പിക്കുന്നു. എത്ര അർത്ഥവത്തായ വേർഡാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അപ്പോ one who attend mark of repulsive carelessly, ഏതൊരുവൻ തൻ്റെ ഉള്ളിലുള്ള ഈ ഒരു വിദ്വേഷ ചിന്തയെ അല്ലെങ്കിൽ റിപ്പൾസീവ് ആയിട്ടുള്ള കാഴ്ചപ്പാടിനെ ഏതൊരുവൻ യാതൊരു ശ്രദ്ധയുമില്ലാതെ കൈകാര്യം ചെയ്യുന്നുവോ, ആ വ്യക്തിയുടെ ഉള്ളിൽ ഇതുവരെ ജനിക്കാത്ത വിദ്വേഷങ്ങൾ പുതിയതായിട്ട് ജനിച്ച് കുഞ്ഞുങ്ങളായി പ്രസവിച്ച് വന്നുകൊണ്ടിരിക്കും. മാത്രവുമല്ല, നിലവിൽ ഉള്ളത് വർദ്ധിച്ച് അത് ഡെവലപ്പ് ആവുകയും ചെയ്യും. അതുകൊണ്ട് ട്രഷർ കണ്ടെത്തുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അപകടത്തിൽ നിന്നും അയാൾ രക്ഷപ്പെട്ടവനായിരിക്കും. ഇനി ഈ അപകടത്തിൽ നിന്നും രക്ഷപ്പെടാത്ത ഏതെങ്കിലും ഒരാളുണ്ടെങ്കിൽ ആ വ്യക്തി ഓരോ നിമിഷവും അഗ്നി അല്ലെങ്കിൽ തീ തിന്നുന്ന ഒരു വ്യക്തിയായിട്ട് മാറിക്കൊണ്ടിരിക്കും. Can you agree with me, my dear friends? അതായത് തൻ്റെ ഉള്ളിൽ എത്രയോ ആളുകൾക്ക് പരസ്പരം വെറുപ്പും വിദ്വേഷവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരബുദ്ധിയുണ്ട്. ഈ തൻ്റെ ഉള്ളിൽ തൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ഈ മാരകമായിട്ടുള്ള ഹേറ്ററായിട്ടുള്ള ഈ ഇമോഷൻസിനെ കുറിച്ച് ഈ വ്യക്തിക്ക് ഒരു ധാരണയില്ല. അതുകൊണ്ട് അവിടെ സംഭവിക്കുന്ന അപകടം, അതുവരെ ജനിക്കാത്ത പുതിയ കുഞ്ഞുങ്ങളെ അത് പ്രസവിക്കുന്നു. ഇന്നലെ വരെ ഇല്ലാത്ത കുഞ്ഞുങ്ങളെ അത് പ്രസവിക്കുന്നു. പ്രസവിക്കപ്പെട്ടതിനെ അത് പാൽകുട്ടി തേച്ച് മിനുക്കി വളർത്തുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ജീവിതത്തിൽ ഒരു മനുഷ്യൻ എന്തിന് ഈ ലോകത്ത് ജീവിക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ശാന്തി ലഭിക്കണം, സമാധാനം ലഭിക്കണം, ആനന്ദം ലഭിക്കണം, എലൈറ്റൻ എല്ലാം തിരിച്ചറിയണം. ഞാൻ ഈ ലോകത്ത് എന്തിനു വന്നു? ഞാൻ എന്തിനാണ് ഈ ലോകത്തേക്ക് വന്നത്? ഞാൻ എൻ്റെ ജീവിതത്തിന്റെ അർത്ഥം എന്താണ്? ഞാൻ എങ്ങോട്ട് പോകുന്നു? ഇതെല്ലാമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ ആത്യന്തികമായിട്ടുള്ള ഒരു പൊരുൾ എന്ന് പറഞ്ഞാൽ. അതായത് ഒന്നുകൂടി ശ്രദ്ധിക്കാം മൈ ഡിയർ ഫ്രണ്ട്സ്, ബിക്കം കാം, ശാന്തിയുള്ള ഒരു ജീവിതം, പീസ്, സമാധാനമുള്ള ഒരു ജീവിതം, ജോയ്, ആനന്ദമുള്ള ഒരു ജീവിതം, അതിനേക്കാളുപരി എൻലൈറ്റ്മെന്റ്, ഉന്നതമായ ബോധതലത്തിലെത്തുക. ഇറ്റ് ഈസ് ദി അൾട്ടിമേറ്റ് ഗോൾസ് ഓഫ് ഹ്യൂമൻ കൈൻഡ്. ഇതാണ് മനുഷ്യവംശത്തിന്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയും. അതിനുവേണ്ടി മിസ്റ്റിക്കുകൾ നമ്മളെ പഠിപ്പിച്ച കാര്യമാണ് ഞാൻ നേരത്തെ മുകളിൽ പറഞ്ഞൊരു സംഭവം. അവനവന്റെ ഉള്ളിലുള്ള ഈ പറയപ്പെട്ട മാർക്ക് ഓഫ് റിപ്പൾസീവിനെ അല്ലെങ്കിൽ വിധ്വംസകമായിട്ടുള്ള ഈ ചിന്താഗതികളെ, അതിനെ അശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുന്നവൻ ഒരിക്കലും ഈ പറയപ്പെട്ട ജീവിത ലക്ഷ്യങ്ങളെ കണ്ടെത്തുക സാധ്യമല്ല. മൈ ഡിയർ ഫ്രണ്ട്സ്, can you agree with me? Please type yes or no. Please type yes or no. Can you agree with me? Please type. Please type. എല്ലാവരും ടൈപ്പ് ചെയ്തു. പ്ലീസ് ടൈപ്പ്. ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ്. ഒരൊറ്റ കാര്യം ചോദിക്കേണ്ട പ്രിയപ്പെട്ടവരെ, ലോകം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നത്തിന്റെ കാതലായ കാരണം ഇത് തന്നെയല്ലേ? ഏത്? അവനവന്റെ ഉള്ളിലുള്ള ഈ ഒരു ഇമോഷൻസിനെ അല്ലെങ്കിൽ ഈ വിദ്വേഷത്തെ യാതൊരു ശ്രദ്ധയുമില്ലാതെ കൈകാര്യം ചെയ്യുന്നു. ഇതല്ലേ ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നത്തിന് കാരണം? പ്ലീസ് സേ യെസ് ഓർ നോ. ഞാനൊന്ന് മൈക്ക് ഓൺ ആക്കി തരാം. നിങ്ങളൊന്ന് ഉച്ചത്തിൽ പറഞ്ഞ്, ലോകം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം തന്റെ ഉള്ളിലുള്ള വൈകാരികതയെ മാർക്ക് ഓഫ് റിപ്പൾസീവിനെ ബോധവുമില്ലാതെ കൈകാര്യം ചെയ്യുന്നു എന്നതല്ലേ ലോകത്തിന്റെ പ്രശ്നം? പ്ലീസ് സേ യെസ് ഓർ നോ. ഇത് മാത്രമാണ്. അതുകൊണ്ട്
ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തിരിച്ചറിയേണ്ടത്, കാണാൻ പറ്റുന്നില്ലേ മൈ ഡിയർ ഫ്രണ്ട്സ്? കാണാമോ? സ്ക്രീൻഷോട്ട് കാണാമല്ലോ അല്ലെ? ഒന്ന് ടൈപ്പ് ചെയ്തേ, കാണാമോ? എസ് ഓർ നോ പ്ലീസ് ടൈപ്പ്. ഓക്കെ, ശരി. സ്ക്രീൻ മുഴുവനായി കാണാമെന്ന് വിചാരിക്കുന്നു. ഇനി വീണ്ടും ശ്രദ്ധിക്കുക. അപ്പോ ഏതൊരുവൻ തന്റെ ഇമോഷനെ യാതൊരു ശ്രദ്ധയുമില്ലാതെ കൈകാര്യം ചെയ്യുന്നു, ആ വ്യക്തി ഇതുവരെ ജനിക്കാത്ത പുതിയ വികാരങ്ങളെ ജനിപ്പിക്കുകയും അതേപോലെ തന്നെ ജനിച്ച വികാരങ്ങളെ വളർത്തി വലുതാക്കുകയും ചെയ്യും എന്നതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു പ്രക്രിയയിലൂടെ കടന്നു പോകുമ്പോൾ മനുഷ്യവംശത്തിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യം ഈ 4-5 കാര്യങ്ങളാണ്. ശാന്തി. എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? ശാന്തി കിട്ടാൻ വേണ്ടിയിട്ട്. സമാധാനം, ആനന്ദം, സ്വയം തിരിച്ചറിവ്. ഇതാണ് ഒരു മനുഷ്യൻ ഈ ലോകത്ത് വന്നതിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഗോൾ. ഇതിലോട്ട് നേരത്തെ പറഞ്ഞ ആ വ്യക്തി പോവില്ല. ഇതാണ് നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം, I do not know one other thing than lethargy or lazy. മടിയേക്കാൾ അപകടകാരിയായ മറ്റൊന്നിനെ എനിക്കറിയില്ല. അതായത് മടി എന്നാൽ ഏറ്റവും അപകടകാരിയാണെന്ന് മാത്രമല്ല, അതിനേക്കാൾ അപകടകാരിയായ ഒരു കാര്യം എനിക്കറിയില്ല. എന്തിന്? ഇതുവരെ സംഭവിക്കാത്ത തകർച്ചകളെ പുതിയതായിട്ട് ഉയർത്തി വരുവാനും നിലവിൽ തകർന്നുകൊണ്ടിരിക്കുന്നതിനെ കൂടുതൽ തകർച്ചയിലോട്ട് കൊണ്ടുപോകുവാനും ഒരു മനുഷ്യനെ നയിക്കുന്ന അല്ലെങ്കിൽ സഹായിക്കുന്ന, ഒരു മനുഷ്യൻ അതിലോട്ട് നയിക്കുന്ന ഒരു വികാരം അല്ലെങ്കിൽ ഒരു സ്വഭാവമാണ് മടി. അതിനേക്കാളും അപകടകാരിയായ ഒന്നിനെ എനിക്കറിയില്ല. മാത്രമല്ല, ഏതൊരുവൻ തന്റെ മടിയെ, തന്റെ അലസതയെ ഒരു ശ്രദ്ധയുമില്ലാതെ കൈകാര്യം ചെയ്യുന്നുവോ, ആ വ്യക്തിക്ക് നിലവിൽ അയാൾ തകർന്നിട്ടില്ലെങ്കിൽ, തകർച്ചയിലോട്ട് പോയിട്ടില്ല എങ്കിൽ, അയാൾ തകർച്ച തുടങ്ങിയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും പുതിയതായിട്ട് ആ തകർച്ചയിലോട്ട് അദ്ദേഹം പോകും. മാത്രമല്ല, അദ്ദേഹം തകർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ തകർച്ച കൂടി വരികയും ചെയ്യും. അതുകൊണ്ട് മടി എന്ന് പറയുന്നത്, ട്രഷർ കണ്ടുപിടിച്ച ഒരാൾ ഒരിക്കലും മടിയനാവില്ല. അയാൾക്കറിയാം പ്രപഞ്ചത്തിൽ ഓരോ നിമിഷവും വളരുക എന്നതാണ്. 2 ഓപ്ഷനേ ഉള്ളൂ. There are 2 options. ഒന്നുകിൽ വളരുക അല്ലെങ്കിൽ തളരുക, ഒന്നുകിൽ മുകളിലോട്ട് പോവുക അല്ലെങ്കിൽ താഴോട്ട് പോവുക. നേരെ നിൽക്കുക എന്നൊരു ഓപ്ഷൻ ഇല്ല, സ്റ്റേബിളായി നിൽക്കുക എന്നൊരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് മൈ ഡിയർ ഫ്രണ്ട്സ്, മസ്റ്റ് ക്ലോസ് യുവർ ഓൾ ഡോർസ് അഗൈൻസ്റ്റ് ലേസിനെസ്. ട്രഷർ കണ്ടുപിടിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു നിമിഷവും ആ വ്യക്തിക്ക് മടി പിടിച്ചിരിക്കാൻ കഴിയില്ല. മടിയുടെ എല്ലാ കവാടങ്ങളെയും അയാൾ കൊട്ടിയടക്കും. കാരണം ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ മനസ്സ് സദാ പ്രോഗ്രസിലൂടെ ചലിച്ചുകൊണ്ടിരിക്കണം. മനസ്സിനൊത്ത് ശരീരവും ചലിച്ചുകൊണ്ടിരിക്കണം. ശരീരത്തെക്കാളും ഇമ്പോർട്ടന്റ് ആണ് മനസ്സ്. മനസ്സാണ്, മനസ്സിന്റെ ചിന്തകൾക്കനുസരിച്ചാണ് നമ്മുടെ ഓരോന്നും ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കണ്ടിന്യൂസ് ഗ്രോത്ത് ഈസ് റിക്വയർമെന്റ് ഓഫ് നേച്ചർ. തുടർച്ചയായിട്ടുള്ള വളർച്ച. അപ്പോ ഒരു മടി പിടിച്ചിരിക്കുന്ന ഒരാൾ വളരില്ല. മൂന്നാമത്തെ കാര്യം, ട്രഷറിനെ ടച്ച് ചെയ്ത ഒരാൾ, മടി എന്ന് പറയുന്ന ഒരു സ്വഭാവം തനിക്കുണ്ടെങ്കിൽ അതിനെ അശ്രദ്ധയോടുകൂടി ഒരിക്കലും കൈകാര്യം ചെയ്യില്ല. ഇതാണ് മൂന്നാമത്തെ കാര്യം. മനസ്സിലായോ? കാരണം അൾട്ടിമേറ്റ് ആയിട്ട്, ഗ്രാജുവൽ ആയിട്ടുള്ള ഗ്രോത്ത് ആണ് ഈ പ്രപഞ്ചം നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്നത്. അൾട്ടിമേറ്റ് ഗ്രോത്ത്, സദാ വളർച്ച, ഇതാണ് ഈ പ്രപഞ്ചം നമ്മോട് ആവശ്യപ്പെടുന്നത്. അവസാനമായി ഗുരു പറയുന്ന ഒരു കാര്യമുണ്ട്. ഐ ഡു നോട്ട് വൺ തിങ് ദാൻ അൺസെറ്റിൽഡ് മൈൻഡ്. അസ്വസ്ഥതയുള്ള ഒരു മനസ്സിനേക്കാളും അപകടകാരിയായ ഒന്നിനെ എനിക്കറിയില്ല.
അസ്വസ്ഥതയുള്ള ഒരു മനസ്സിനേക്കാളും അപകടം പിടിച്ച ഒന്നിനും എനിക്കറിയില്ല. ഏത് അസ്വസ്ഥതയുള്ള മനസ്സ്? അത് കൂടുതൽ അസ്വസ്ഥതകളെ, അതായത് ഇന്ന് വരെ ജനിച്ചിട്ടില്ലാത്ത അസ്വസ്ഥതകളെ പുതിയതായിട്ട് ജനിപ്പിക്കുകയും ഇപ്പോൾ ഉള്ള അസ്വസ്ഥതകളെ അത് വർദ്ധിപ്പിച്ച് ഡെവലപ്പ് ആക്കുകയും ചെയ്യും. അതുകൊണ്ട് one who is not care to set his mind, ഏതെങ്കിലും ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ മനസ്സിനെ ശാന്തമാക്കുവാൻ വേണ്ടി, സമാധാനത്തിലോട്ട് സെറ്റ് ചെയ്യുവാൻ വേണ്ടി ഏതൊരു മനുഷ്യൻ ശ്രമിക്കുന്നില്ലയോ, അല്ലെങ്കിൽ തന്റെ മനസ്സിന്റെ അസ്വസ്ഥതയെ അങ്ങ് വിട്ടേക്കുക, അതങ്ങനെ കടന്നോട്ടെ, റെസ്റ്റ്ലെസ് അങ്ങനെ കടന്നോട്ടെ എന്ന രൂപത്തിൽ തന്റെ ഉള്ളിലുള്ള ഈ റെസ്റ്റ്ലെസ്സിനെ അങ്ങനെ തന്നെ ഏതെങ്കിലും ഒരുവൻ വിട്ടേച്ചു പോയാൽ, അല്ലെങ്കിൽ അതിനെ ശ്രദ്ധയില്ലാതെ കൈകാര്യം ചെയ്താൽ, അപ്പോ പുതിയതായിട്ടുള്ള അസ്വസ്ഥതകൾ, അതായത് ഇതുവരെ ഇല്ലാത്ത, ഇന്നലെ വരെ ഇല്ലാത്ത പുതിയതായ അസ്വസ്ഥതകൾ ആ നിമിഷം മുതൽ ജനിക്കാൻ തുടങ്ങും. നിലവിൽ ജനിച്ച, പ്രസവിക്കപ്പെട്ട അസ്വസ്ഥതകൾ അത് പെരുകി വലുതാവുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഈ 4 ഒരു മനുഷ്യന്റെ തകർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഈ 4 സംഭവത്തെ കുറിച്ച് യാതൊരു ശ്രദ്ധയുമില്ലാതെ കൈകാര്യം ചെയ്യുന്നു എന്നതല്ലേ മനുഷ്യ രാശി മുഴുവനായിട്ട് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. കാൻ യു അഗ്രി വിത്ത് മീ പ്ലീസ് ടൈം? എന്റെ കൂടെ നിങ്ങൾ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് അസ്വസ്ഥതയുള്ള മനസ്സുമായി ജീവിക്കുന്നു, അസ്വസ്ഥതയുള്ള മനസ്സുമായി ജീവിക്കുന്നു. എന്നിട്ട് ഈ അസ്വസ്ഥതയെ എന്ത് ചെയ്യുന്നു? ഒരു ശ്രദ്ധയുമില്ലാതെ കൈകാര്യം ചെയ്യുന്നു. അങ്ങനെ കൈകാര്യം ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്നത്, നിലവിൽ ഇന്നലെ വരെ ഇല്ലാത്ത അസ്വസ്ഥതകൾ പുതിയതായിട്ട് ജനിച്ചു വരുന്നു. പോരാ, ഉണ്ടായിരുന്ന അസ്വസ്ഥതകൾ പെറ്റുപെരുകുന്നു. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഒരു വ്യക്തിയുടെ ജീവിത വിജയം ഇരിക്കുന്നത്, എത്രയോ ആളുകളെ, ആയിരക്കണക്കിന് ആളുകളെ ഈ രൂപത്തിൽ കണ്ട് പരിചയമുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നു, പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ വിജയം കിടക്കുന്നത് സമാധാനമുള്ള മനസ്സിലാണ്. സമാധാനമുള്ള മനസ്സിലാണ്. അതായത് നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ തല, നിങ്ങളുടെ ശരീരത്തിന്റെ അവയവങ്ങൾ ഇതെല്ലാം പീസിലാണെങ്കിൽ, സമാധാനത്തിലാണെങ്കിൽ നിങ്ങൾ ദൈവതുല്യരായി മാറിയിരിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ പ്രപഞ്ചവുമായി ഹാർമണൈസിലോട്ട് പോയിരിക്കുന്നു. ആ സമയം, അതായത് നിങ്ങളുടെ മനസ്സ് ശാന്തവും സ്വസ്ഥവും, ശരീരവും ശാന്തവും സ്വസ്ഥവുമായ ഒരു അവസ്ഥയിലാണെങ്കിൽ, ആ സമയത്ത് അതിനർത്ഥം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, അതിനർത്ഥം മീനിങ് ഓഫ് സെറ്റിൽഡ് ബ്രെയിൻ, ബോഡി ആൻഡ് പീസ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം യു ആർ പ്രിപ്പയറിംഗ് ഫോർ മച്ച് ഹയർ തിങ് ഇൻ യുവർ ലൈഫ്. മഹത്തരമായ വലിയ ഔന്നിധ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മനസ്സ് പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്നു. ജീവിതത്തിൽ വിജയിക്കണോ? നിങ്ങൾ മറ്റൊന്നിലോട്ടും ഫോക്കസ് ചെയ്യേണ്ട, മനസ്സിനെ സ്വസ്ഥമാക്കുവാൻ വേണ്ടി മാത്രം ശ്രമിച്ചാൽ മതി. അപ്പോ അസ്വസ്ഥതയുള്ള മനസ്സിനെ അങ്ങനെ തന്നെ വിട്ടേച്ച്, അസ്വസ്ഥതയുള്ള മനസ്സിനെ അങ്ങനെ തന്നെ വിട്ടേച്ച് ഒരാൾ അതിനോട് ശ്രദ്ധ കാണിക്കാതിരുന്നു കഴിഞ്ഞാൽ, ഇന്നലെ വരെ ഇല്ലാത്ത അസ്വസ്ഥതകൾ പുതിയതായിട്ട് ജനിക്കുകയും ഓൾറെഡി ജനിച്ച അസ്വസ്ഥതകൾ കൂടുതൽ വലുതായി ഭീമാകാരമായി മാറുകയും ചെയ്യും. മാത്രവുമല്ല, എല്ലാ വിജയത്തിന്റെയും അടിത്തറ എന്ന് പറയുന്നത് സമാധാനമാണ്. നിങ്ങൾ സമാധാനമില്ലാതെ, നിങ്ങൾ എന്താ പറയുക, കലങ്ങി മറിഞ്ഞ മനസ്സുമായി, എരിപിരി കൊള്ളുന്ന മനസ്സുമായി നിങ്ങൾ എവിടെ പോയാലും ശരി, നിങ്ങൾ ആ വിഷയത്തിൽ വിജയിക്കില്ല. എത്രയോ ആൾക്കാർ എന്നോട് പറയും, സാറേ എനിക്ക് ഒരുപാട് ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ട്, പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതൊക്കെ എനിക്ക് തിരിച്ചു കിട്ടണം, എന്നിട്ട് വേണം സമാധാനത്തിൽ നിൽക്കാൻ. നടക്കൂല. പണം കിട്ടണമെങ്കിൽ ആദ്യം സമാധാനം. കാരണം നിങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് ഈ ട്രഷർ എന്ന് പറയുന്ന കോഴ്സ്
പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും ഈ സമാധാനം ഉണ്ടാക്കുക എന്ന പണിയാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. 6 മാസം കൊണ്ട് അവരോട് 30 ലക്ഷ്യങ്ങൾ എഴുതാൻ വേണ്ടി പറഞ്ഞു. ഈ 30 ലക്ഷ്യങ്ങളെ കുറിച്ചൊന്നും ആദ്യം അതൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നു. അതോടുകൂടി അതിന്റെ പണി കഴിഞ്ഞു. പിന്നെ എന്ന് പറഞ്ഞാൽ ഓരോ ആഴ്ചയും വളരെ സിമ്പിളായ, ആനന്ദകരമായ, ആഴത്തിൽ 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 പോകുവാൻ സാധിക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ചില ആക്ടിവിറ്റീസിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് ലഭിക്കുന്നത് പരമമായ ശാന്തി. ഈ പറയപ്പെട്ട 4 എണ്ണത്തിനെയും അവർക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നു. അപ്പൊ ഓട്ടോമാറ്റിക്കലി അവർ ലക്ഷ്യം വെച്ചതിനേക്കാളും അപ്പുറം അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. ആ അത്ഭുതങ്ങൾ സംഭവിക്കുവാനുള്ള കാരണം മറ്റൊന്നുമല്ല, ഇത് മാത്രമാണ്. കാരണം അശാന്തിയുള്ള മനസ്സാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ഇന്നലെ വരെ ഇല്ലാത്ത പുതിയ അശാന്തിയെ ആ മനസ്സ് സൃഷ്ടിക്കും. ഇപ്പൊ ഉള്ള അശാന്തി അത് വർദ്ധിപ്പിക്കുകയും ചെയ്യും. യു വിൽ ഡെഫിനറ്റ്ലി ഫെയിൽ. നിങ്ങൾ നിർബന്ധമായും പരാജയപ്പെട്ടിരിക്കും. എന്തിന് തുരിഞ്ഞിറങ്ങുമ്പോഴും നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥമാണെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ വിജയിക്കുന്നത് ഉറപ്പുള്ള ഒരു ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പോലും അതിന്റെ റിസൾട്ട് നിങ്ങൾ വിചാരിച്ചതിന്റെ 7 അയലത്ത് പോലും എത്തില്ല. ഇഫ് യു അപ്രോച്ച് ദാറ്റ് കേസ് ഇൻ സ്ട്രെസ് മൈൻഡ്. ഇപ്പൊ ഇന്നലെ എറണാകുളത്ത് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഒത്തിരി ആൾക്കാർ പങ്കെടുത്തു കാണും. ആ പ്രോഗ്രാം ഏകദേശം 10 മണിക്കൂർ. ഈ 10 മണിക്കൂറിൽ ഏതെങ്കിലും ഒരു മിനിറ്റ് എനിക്ക് ഏതെങ്കിലും രൂപത്തിൽ ഒരു അസ്വസ്ഥത ഉള്ളതായി നിങ്ങൾക്ക് ആരെങ്കിലും കണ്ടോ മൈ ഡിയർ ഫ്രണ്ട്സ്? ഒരു ലെവലും ഇല്ല. അല്ലെങ്കിൽ അതിന് പങ്കെടുത്ത ആൾക്കാർക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഇത് ഒന്നൊന്നല്ല, എത്രയോ പ്രോഗ്രാംസ് എല്ലാ ആഴ്ചയും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞാനെങ്ങാനും ആ പ്രോഗ്രാം നടത്തുന്ന സമയത്ത് ഭയങ്കര ടെൻഷനാണ് നോക്കുക. എന്റെ വികാരങ്ങളൊന്നും എന്റെ കയ്യിലില്ല എന്ന് നോക്കുക. ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു ജീവിതം മാറി, ലൈഫ് പച്ച പിടിച്ചു. ഇപ്പൊ ഞാൻ വേണമെങ്കിൽ കുറച്ച് ആൾക്കാരെ നമുക്ക് സംസാരിപ്പിക്കാം. ട്രഷൽ ഇപ്പോ 2ാമത്തെ ബാച്ച് ഇപ്പൊ തുടങ്ങി. അതിൽ ഫസ്റ്റ് ബാച്ചിന് കോൺവെക്കേഷൻ അടുത്ത് വരാൻ പോകുന്നത്. അവരോടൊക്കെ ഒന്ന് സംസാരിപ്പിക്കാം. നമുക്ക് ഇത്രയും കൂടി പറയട്ടെ. ഞാൻ ചോദിക്കട്ടെ, ആ ഒരു കോഴ്സിൽ ഞാൻ സ്ട്രെസ്സറാണെങ്കിൽ, എന്റെ മനസ്സിൽ സമാധാനമില്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഗുണമുണ്ടാവുമോ ഇല്ലയോ? പ്ലീസ് ടൈപ്പ് യെസ് ഓർ നോ. ആൾക്കാർ പെട്ടെന്ന് എഴുന്നേറ്റ് പോവും, ഒരു സംശയമില്ല. ആ ക്ലാസിന്റെ വിജയം എന്താണ്? എന്റെ മനസ്സമാധാനം. ട്രഷർ കോഴ്സിന്റെ വിജയം എന്താണ്? എന്റെ മനസ്സമാധാനം. EFT കോഴ്സിന്റെ വിജയം എന്താണ്? എന്റെ മനസ്സമാധാനം. മനസ്സിലായില്ലേ? നമ്മുടെ അടുത്ത് വരുന്ന ഒരാളുടെ പ്രശ്നം മാറുന്നു, അതിന്റെ കാരണം എന്താണ്? നമ്മുടെ മനസ്സമാധാനം. ഞാനൊരു കാര്യം ചെയ്ത് വിജയിച്ചു, അതിന്റെ കാരണം എന്താണ്? എന്റെ മനസ്സമാധാനം. ഞാൻ എന്നെ പറയുമ്പോ ഞാനും പറയുന്നല്ല, നിങ്ങളൊക്കെ ഏതൊക്കെ വിഷയത്തിൽ വിജയിച്ചോ അപ്പോഴൊക്കെ നിങ്ങൾക്ക് ഈ സാധനം ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോ ഈ സാധനം ഇല്ലെങ്കിൽ, കത്തുന്ന തലച്ചോറുമായി നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരിക്കലും ഈ സമാധാനം എന്ന സാധനം കിട്ടില്ല. ഈ 4 കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇമോഷൻസ്, അതിനെ അശ്രദ്ധമായി കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ ഇല്ലാത്ത ഇമോഷൻസിനെ ഉണ്ടാക്കും, ഉള്ളതിനെ അത് വർദ്ധിപ്പിക്കും. മടി, അത് അശ്രദ്ധമായി കൈകാര്യം ചെയ്താൽ ഇല്ലാത്ത തകർച്ച ഉണ്ടാക്കും, ഉള്ള തകർച്ച വേഗത്തിലാക്കും. വെറുപ്പ്, അതിനെ അശ്രദ്ധമായി കൈകാര്യം ചെയ്താൽ ഇല്ലാത്ത പുതിയ വെറുപ്പിനെ പ്രസവിക്കും, ഉള്ളതിനെ അത് മൾട്ടിപ്പിൾ ചെയ്യും. അതുപോലെ തന്നെ അസ്വസ്ഥമായ മനസ്സ്, ഇതിനോട് അശ്രദ്ധമായി സമീപിച്ചാൽ അതോടുകൂടി എന്ത് സംഭവിക്കുമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതുവരെ ഇല്ലാത്ത പുതിയ അസ്വസ്ഥതകൾ നാളെ മുതൽ തലപൊക്കും. അടുത്ത ദിവസം മുതൽ ഉള്ള അസ്വസ്ഥതകൾ വർദ്ധിക്കുകയും ചെയ്യും. അപ്പൊ ഇതിനെ 4നെയും കൈകാര്യം ചെയ്യുക എന്നതാണ്, ഈ 4 എണ്ണമല്ല, ഒത്തിരിയുണ്ട്. ഇതിനെ കൈകാര്യം ചെയ്യുക എന്നതാണ് നമ്മൾ ആദ്യം തന്നെ കൊടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സമയം തന്നെ മനസ്സിന് സമാധാനം കിട്ടും. സമാധാനം കിട്ടുമ്പോൾ എവിടെയും എടുത്തു ചാടില്ല.
ആ ഒരു അവസ്ഥയിലോട്ട് പോകുമ്പോഴാണ്, അതുകൊണ്ടാണ് ഞാൻ ധൈര്യസമേതം, നിങ്ങൾ കേട്ടില്ല പ്രിയപ്പെട്ടവരെ, ഇപ്പോ എന്റെ മുമ്പിൽ അവരൊക്കെ ഉണ്ട്. 2024 പിറക്കുന്ന സമയത്ത് ഞാൻ മൈക്കിലൂടെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. സൂമിൽ ഇപ്പോഴും കാണുന്നുണ്ടാവും നിങ്ങൾ. എന്താ പറഞ്ഞത്? ട്രഷർ എന്ന് പറയുന്ന ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ കോഴ്സിൽ പങ്കെടുക്കുമ്പോ നിങ്ങളുടെ ലൈഫിൽ അടിമുടി മാറ്റം ഉണ്ടാവും, കാഴ്ചപ്പാട് മാറും. നിങ്ങൾ എഴുതി വെച്ചോളൂ, 30 ലക്ഷങ്ങൾ എഴുതി വെച്ചോളൂ. ആ 30-നേക്കാളും അപ്പുറം നിങ്ങൾക്ക് പൂർത്തിയാകും. ഇല്ലെങ്കിൽ നിങ്ങൾ നാട്ടുകാരോട് മൊത്തം വിളിച്ചു പറഞ്ഞോളൂ എന്ന് ധൈര്യസമേതം ഞാൻ പറഞ്ഞു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്തുകൊണ്ട് അങ്ങനെ പറയുവാൻ എനിക്ക് സാധിക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ അതൊരു അത്ഭുതമേ അല്ല. ഈ രൂപത്തിൽ മനസ്സായി കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന ലക്ഷ്യങ്ങൾ നിർബന്ധമായി നേടിയെടുക്കുവാൻ ഒരു വ്യക്തിക്ക് സാധിക്കും. ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക മാത്രമല്ല, കുടുംബജീവിതം മനോഹരമാവും. നല്ല അടിപൊളി കുടുംബജീവിതം മാത്രമല്ല, ബന്ധങ്ങളെല്ലാം. അതായത് ഒരാൾ ട്രഷർ കൈവശം വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ലഭിക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ പറയാൻ പോകുന്നത്. ഇതൊരു ചെറിയ സംഭവമല്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ പൈസ കൊടുത്താൽ കിട്ടുന്ന കാര്യമാണോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ? നമ്മുടെ ജീവിതത്തിൽ സമാധാനം, നമ്മുടെ തലച്ചോറ്, നമ്മുടെ ബ്രെയിൻ, നമ്മുടെ മനസ്സ്, ഇത് നമ്മുടെ പരിധിയിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു ആകർഷണീയതയുള്ള വ്യക്തിയായി മാറുക, വശ്യതയുള്ള വ്യക്തിയായി മാറുക. ഇന്നലെ വരെ നമ്മളെ കുറ്റം പറഞ്ഞ ആളുകൾ ഇന്ന് നമ്മളെ സുഹൃത്തുക്കളായിട്ട് വരിക. നമ്മൾ ഒരുപാട് കാലങ്ങളായി മനസ്സിൽ താലോലിച്ചിരുന്ന ഒരുപാട് സ്വപ്നങ്ങൾ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച, അതിവിദൂരതയിൽ മാത്രം കണ്ടിരുന്ന സ്വപ്നങ്ങളൊക്കെ പൂവണിയുക. ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഷോപ്പിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന കാര്യമാണോ പ്രിയപ്പെട്ടവരെ? പ്ലീസ് ടൈപ്പ് യെസ് ഓർ നോ. ഏതെങ്കിലും ഒരു ഷോപ്പിൽ പോയിട്ട് പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുമോ ഇത്? യെസ് ഓർ നോ? ഒരിക്കലും സാധ്യമല്ല. അപ്പോ when you obtain treasure, നിങ്ങൾ ട്രഷർ കരഗതമാക്കിയാൽ, നിങ്ങൾ അതിനെ ഉടമപ്പെടുത്തിയാൽ, നിങ്ങൾ അതിനെ കൈവശം വെച്ചാൽ, നിങ്ങൾ ആവുന്നത് you will be an attractive person. നിങ്ങളൊരു ആകർഷണീയതയുള്ള വ്യക്തിയായിട്ട് മാറും. മാത്രമല്ല, your thoughts can bring rapid result. ചിന്തിക്കുന്ന കാര്യം അപ്പം നടക്കും, ചിന്തയ്ക്ക് നല്ല മൂർച്ച ഉണ്ടാവും. മാത്രമല്ല, you can download information or wisdom from inside you. നിങ്ങളെ ഉള്ളിൽ നിന്ന് തന്നെ തക്കതായ സമയത്ത്, ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ പറയുന്നതൊക്കെ സത്യമാണോ, പൊരുളാണോ, പതിരാണോ എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കുവാൻ സാധിക്കും. ഞാൻ വെറുതെ പറയുന്നതല്ല. ജീവിതത്തിൽ ഇപ്പോ ഈ അവസാനമായി കൊടുത്ത എനർജി ഹീലിംഗ് കൂടി ആ വ്യക്തികൾ അവരുടെ ആയുസ് വർദ്ധിപ്പിച്ചു, കാഴ്ചപ്പാട് മാറ്റി, അവരുടെ എല്ലാം മാറ്റി. സംസാരിക്കാം, ഈ കുറച്ചു കഴിഞ്ഞാൽ അവരോട് സംസാരിപ്പിക്കാം നമുക്ക്. അപ്പോ നിങ്ങൾക്ക് ഓരോ വഴിയും തുറന്നു കിട്ടും, മനസ്സ് തുറക്കപ്പെടും. ലൈഫ് ബിക്കം മോർ പീസ്ഫുൾ ആൻഡ് ഹാപ്പി. സമാധാനം കൊണ്ട് മനസ്സ് നിറയും, സന്തോഷം കൊണ്ട് മനസ്സ് നിറയും. മാത്രമല്ല, ജീവിതത്തിന്റെ അകമ്പൊരുൾ എന്താ നമുക്ക് മനസ്സിലാവും. മാത്രമല്ല, പ്രപഞ്ചത്തിന്റെ ഹിഡൻ സീക്രട്ട് എന്താ നമുക്ക് മനസ്സിലാവും. ഇതൊക്കെ മനസ്സിലാവുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമാണോ പ്രിയപ്പെട്ടവരെ? മാത്രമല്ല, നിങ്ങൾക്ക് മുമ്പിൽ ഉണ്ടായിരുന്ന വലിയ വലിയ ചുമരുകൾ, വലിയ വലിയ ബ്ലോക്കുകൾ, അതെല്ലാം ഓട്ടോമാറ്റിക്കലി തകർന്നടിഞ്ഞ് തരിപ്പണമായിട്ട് മാറും. മറ്റുള്ളവരെ മനസ്സിലാക്കുവാൻ സാധിക്കും. ബുദ്ധിക്ക് മൂർച്ച കൂടും, ചിന്തയ്ക്ക് മൂർച്ച കൂടും. വേണ്ടത് വേണ്ട സമയത്ത് തോന്നും. മനസ്സിലായില്ലേ? യു വിൽ ഗെറ്റ് വാട്ട് യു വാണ്ട്. ഇതുവരെ നിങ്ങൾക്ക് കിട്ടാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിത്തുടങ്ങും. നിങ്ങൾ സ്വതന്ത്രരാവും, എല്ലാ വേലിക്കെട്ടുകളും പോയി സ്വതന്ത്രരാവും. ഓരോ ദിവസവും നിങ്ങൾ വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കും. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മൾ 2024 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ഇതിന്റെ ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട്, ഈ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുമെന്ന്. ഈ ട്രഷറിൽ പങ്കെടുക്കുന്ന, ആദ്യ ബാച്ചിൽ പങ്കെടുക്കുന്ന ഒത്തിരി ആൾക്കാർ ഈ സെഷൻ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ അവരെല്ലാം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ നിങ്ങൾ ഈ രൂപത്തിലുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് പൂവണിയുവാൻ സാധിച്ചിട്ടുണ്ടോ? വഴികൾ തുറന്നു കിട്ടിയിട്ടുണ്ടോ? ജീവിതത്തിലെ കാഴ്ചപ്പാട് മാറിയിട്ടുണ്ടോ?
ജീവിതം തന്നെ മാറിയിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ സംസാരിക്കാം. ഓരോരുത്തരായിട്ട് സംസാരിച്ചോളൂ. ഇറ്റ് ഈസ് യുവർ ടൈം. ട്രഷറിന്റെ ആളുകൾക്ക് സംസാരിക്കാം. ബാച്ച് നമ്പർ 1, ബാച്ച് നമ്പർ 2 മാത്രം ആയിട്ടേ ഉള്ളൂ, 1-2 മാസം ആയിട്ടേ ഉള്ളൂ. അവരെല്ലാം ബാച്ച് നമ്പർ 1 they can come to the mic point. ആര് സംസാരിക്കും ആദ്യം? സംസാരിക്കാൻ പറ്റുന്നില്ല. ആര് സംസാരിക്കും ആദ്യം? പെട്ടെന്ന് വരും. തെളിവുകളാണ്, പ്രൂഫോട് കൂടിയാണ് സംസാരിക്കുക. പ്ലീസ് കം. ഞാൻ ഈ പറഞ്ഞ ഇതൊക്കെ സത്യമാണോ അല്ലേ? സംസാരിച്ചോളൂ. ഞാൻ പറയാം സാർ. ഉറക്കെ സംസാരിച്ചോളൂ സാർ. കേൾക്കുന്നില്ലേ? ക്ലിയർ അല്ലേ? കേൾക്കാം. കേൾക്കുന്നുണ്ട്. എന്റെ പേര് ഹരിദാസൻ. ഞാൻ പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ലയിൽ പട്ടാമ്പി ആണ് താമസം. ഞാൻ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇംഗ്ലീഷ് അധ്യാപകനായിട്ട് ജോലി ചെയ്യാണ്. ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളുടെ ഇന്നത്തെ ഈ മീറ്റിംഗിൽ കേരളത്തിലെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആളുകൾ ഉണ്ട് എന്നാണ്. ഇപ്പൊ 2024 തുടങ്ങിയ സമയത്തായിരുന്നു സാറ് ട്രഷർ കോഴ്സ് ആരംഭിച്ചത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സാറിനെ കുറിച്ച് കേട്ടതും സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തതും ഡിസംബർ മാസത്തിലാണ്. അപ്പൊ ഒരു മാസമൊക്കെ ആയപ്പോഴേക്കും എന്നെ ഈ ട്രഷർ കോഴ്സ് വന്നപ്പോ ആ കോഴ്സിൽ ഞാൻ ജോയിൻ ചെയ്തു, മറ്റുള്ളവരെ പോലെ തന്നെ. അപ്പൊ ആ ഒരു മാസം കൊണ്ട് തന്നെ ഈ ഒരു ക്ലാസിന്റെ രീതി എന്താണ്, എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾക്ക് കിട്ടാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായൊരു ധാരണ ഉണ്ടായിരുന്നത് കൊണ്ടാണ് നമ്മൾ അതിന് പറയുന്ന ഫീസൊക്കെ കൊടുത്തിട്ട് ജോയിൻ ചെയ്തത്. ഞാനതിൽ ജോയിൻ ചെയ്തപ്പോൾ എൻ്റെ ഒരു പ്രധാന ലക്ഷ്യം എന്താന്ന് വെച്ചാല് എന്നെ തന്നെ റിഫൈൻ ചെയ്യുക എന്നുള്ളതായിരുന്നു. റിഫൈൻഡ് മനുഷ്യനായിട്ട് മാറുക. സാറ് നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഇപ്പൊ 4 കാര്യങ്ങൾ പറഞ്ഞിരുന്നല്ലോ, നമ്മുടെ വികാരങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം. ആ കാര്യം ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ആലോചിക്കായിരുന്നു, ഈ ഒരു ട്രഷർ കോഴ്സ് തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടത്തിൽ ഞാൻ എന്ന വ്യക്തി ഈ വികാരങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്തിരുന്നതെന്ന്. അമിതമായിട്ടുള്ള ദേഷ്യപ്രകടനം, അതിപ്പോ ഞാൻ സ്കൂളിലായാലും വീട്ടിലായാലും എന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാറുണ്ടായിരുന്നു. പലപ്പോഴും സ്വാഭാവികമായിട്ടും നമ്മൾ അമിതമായിട്ടുള്ള അങ്ങനത്തെ വികാര പ്രകടനങ്ങൾ നടത്തുമ്പോൾ തീർത്തും അസുഖകരമായ അനുഭവങ്ങളാണല്ലോ നമ്മൾക്ക് ഉണ്ടാവുക. അപ്പൊ കുറെ ഈ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത് അദ്ദേഹം പറഞ്ഞ ഈ വർക്കുകളൊക്കെ നമ്മൾ ചെയ്ത് മുന്നോട്ട് പോയപ്പോഴാണ് നമുക്ക് മനസ്സിലാവാൻ തുടങ്ങിയത്, നമ്മളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഏതൊരു അസുഖകരമായ അനുഭവത്തിനും, ആരെങ്കിലും നമ്മളോട് ഇങ്ങോട്ട് ദേഷ്യപ്പെടുകയോ തട്ടിക്കയറുകയോ മറ്റങ്ങനെയുള്ള ഏത് അസുഖകരമായിട്ടുള്ള അനുഭവത്തിനും നമ്മൾ തന്നെയാണ് ഉത്തരവാദികൾ. നമ്മൾ മറ്റാരെയും തിരുത്താൻ പോയിട്ട് കാര്യമില്ല. നമ്മളിലാണ് അതിനുള്ള കാരണം തിരയേണ്ടത്. സ്വാഭാവികമായിട്ടും ഈ അവസ്ഥയിൽ അദ്ദേഹം പറയുന്ന ഓരോ ആഴ്ചയിലും പറയുന്ന ആക്ടിവിറ്റീസിൽ ഇരുന്നുകൊണ്ട് നമ്മളുടെ ഉള്ളിലേക്ക് തന്നെ ഇറങ്ങുകയും, നമ്മൾ പുറത്ത് കാണുന്ന ലോകത്താണല്ലോ, നമ്മുടെ ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ പുറത്തേക്ക് എപ്പോഴും നോക്കുന്നു, ഈ ബാഹ്യ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഉള്ളിലും ഒരു ആന്തരിക ലോകമുണ്ടെന്നും ആ ലോകത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്ന് നമ്മൾ അവിടെയൊക്കെ ഒന്ന് നിരീക്ഷണം നടത്തി കഴിഞ്ഞാൽ അവിടെ തിരുത്തേണ്ടതായ കുറെ കാര്യങ്ങൾ ഉണ്ടാവും അദ്ദേഹത്തിന്റെ ആ ക്ലാസ്സുകളിൽ നിന്ന് മെഡിറ്റേഷൻ മനസ്സിലാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ മെഡിറ്റേഷൻ ചെയ്യുന്നതിന്റെ ഭാഗമായി തന്നെ നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരുപാട് സങ്കല്പങ്ങൾ, ധാരണകൾ, ആ ധാരണകളൊക്കെ മാറുകയും ചെയ്തു. അത് മാറിയതിന്റെ ഭാഗമായിട്ടാണ് ഇതിനെ നമ്മളുടെ വികാരങ്ങൾ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ പോരാ, നമ്മളതിനെ ചാനലൈസ് ചെയ്യാന്ന് പറയേണ്ടി വരും. ഓരോ വികാരം എന്ന് പറഞ്ഞാലും അതൊരു എനർജി സപ്ലൈ ആണല്ലോ. നമ്മളുടെ ഉള്ളിലുള്ള ആ വൈകാരികതയെ നമ്മൾക്ക് ആവശ്യമുള്ള തലത്തിലേക്ക് ഒരു വിഷ്വലൈസേഷൻ വഴിയൊക്കെ തലത്തിലേക്ക് തിരിച്ചു വിടാൻ കഴിഞ്ഞതോട് കൂടിയിട്ട് എന്റെ പ്രധാന ലക്ഷ്യമായിരുന്ന ഞാൻ റിഫൈൻഡ് മാൻ ആയിട്ട് മാറി. ഇപ്പോഴും നമ്മൾക്ക് ദേഷ്യം വരാതിരിക്കുന്നില്ല, അത് മനുഷ്യനാണെങ്കിൽ ദേഷ്യം വരും, അങ്ങനത്തെ സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷെ ആ വികാരം ആ സെക്കൻഡിനപ്പുറത്തേക്ക് എന്നിൽ ഒരിക്കലും നിൽക്കാറില്ല. ഞാൻ ഇതിനു മുമ്പ് പല പ്രാവശ്യം പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുണ്ട്, വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു ഞാൻ. ഒരുപക്ഷെ ഇതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഈ ചെറിയ പ്രായത്തിലെ കുറെ ആയോധന കലകളൊക്കെ ഞാൻ അഭ്യസിച്ച, ശരിക്കും സത്യം പറഞ്ഞ ആയോധന കലകൾ അനുഭവിച്ച ഒരു മനുഷ്യ യഥാർത്ഥത്തിൽ അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ വളരെ വിനയാന്യതനായിട്ട് പെരുമാറുക ചെയ്യേണ്ടത്. നമ്മളിതൊക്കെ പകുതിയൊക്കെ പഠിച്ചതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അതിന്റെ ഒരു പ്രശ്നം ഉണ്ടായത്. വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു ഞാൻ. അപ്പൊ എന്തിനുള്ള ആ അഗ്രസീവ്നെസ് കംപ്ലീറ്റ് ആയിട്ട് മാറി. ഇപ്പൊ നമ്മൾ എന്ത് പ്രശ്നങ്ങൾ, ഇപ്പൊ ആ പണ്ടത്തെ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും ലൈഫിലുണ്ടാവും. ലൈഫ് എന്ന് പറഞ്ഞാൽ അതാണല്ലോ. പക്ഷെ അവിടെ ഒരു സംഭവത്തെ നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം. ഈ നെഗറ്റീവായ അനുഭവങ്ങളിൽ നിന്ന് പോലും നമുക്ക് ഒരുപാട് കാരണങ്ങൾ പഠിക്കാനുണ്ട്. ഉദാഹരണം ഞാൻ പറയാം. സാധാരണ നിലയിൽ നേരത്തെയൊക്കെ റോഡിൽ വാഹനം ഓടിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ എന്നോട് തെറി പറഞ്ഞാൽ തിരിച്ച് 2 എണ്ണെങ്കിലും ഞാൻ അങ്ങോട്ട് പറഞ്ഞിരിക്കും. പറഞ്ഞില്ലെങ്കിൽ അന്ന് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. ഒരു ദിവസം ഞാൻ എന്റെ സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരികയാണ്. ഇങ്ങോട്ട് വരുമ്പോൾ കാറിലാണ് വരുന്നത്. ഇറങ്ങി വരുമ്പോൾ ഞാൻ ഒരു ഭാഗത്തേക്ക് മാത്രം നോക്കി, മറുഭാഗത്തേക്ക് നോക്കാതെ വണ്ടി എടുത്തു.
സ്വാഭാവികമായിട്ടും ഒരു ബൈക്കുകാരൻ വന്ന് ഇടിച്ചു, മറിഞ്ഞതൊന്നുമില്ല. അയാൾ എന്നെ ഒരു പച്ചത്തെറി അങ്ങ് പറഞ്ഞു. സാധാരണ നിലയിൽ ഞാൻ എന്ത് ചെയ്യും, തിരിച്ച് പറഞ്ഞിരിക്കും, ആശംസയായിട്ടുണ്ടാവും. പക്ഷെ ആ സെക്കൻഡ് ഞാനൊന്നും പറഞ്ഞില്ല. അയാൾ വണ്ടി എടുത്ത് പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചു, ഇതെന്താണ് ഇത് ശരിക്കും നമ്മൾക്ക് നൽകിയിരിക്കുന്ന വലിയൊരു പാഠമല്ലേ? ഒരു റോട്ടിലേക്ക്, മെയിൻ റോഡിലേക്ക് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് രണ്ട് സൈഡിലേക്കും നോക്കണം എന്നുള്ളത് നമ്മൾക്കറിയാം. അത് അറിയാമെങ്കിൽ പോലും നമ്മളുടെ അശ്രദ്ധയുടെ ഭാഗമായിട്ട് റോട്ടിലേക്ക് ഇറങ്ങി. ഞാൻ ആലോചിച്ചു, എന്താന്ന് വെച്ചാൽ ആ ബൈക്ക് വന്ന സമയത്ത് അത് വന്നത് ഒരു ടാങ്കർ ലോറി ആയിരുന്നെങ്കിലോ, ആ കാറിനെയോ അല്ലെങ്കിൽ എന്നെയോ പിന്നെ ഒരു പൊടി പോലും അടിച്ചു വാരി എടുക്കാൻ പോലും ഉണ്ടാകാത്ത അവസ്ഥയായിരിക്കും. അപ്പൊ ഇങ്ങനത്തെ വളരെ എന്താ പറയാ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവത്തെ പോലും അതിൽ നിന്ന് നമ്മൾക്ക് എന്ത് പാഠം പഠിക്കാനുണ്ട് എന്ന രീതിയിലേക്ക് ചിന്തിക്കാൻ ഇപ്പൊ ഞാൻ പിന്നെ എപ്പോ റോഡിലേക്ക് ഇറങ്ങുമ്പോഴും ഈ സംഭവം, ഈ പാഠം എന്റെ മനസ്സിലുണ്ട്. റോഡിലേക്ക് അങ്ങോട്ട് കയറുമ്പോൾ എപ്പോഴും ഈ അന്ന് പഠിച്ച ആ പാഠം. ഇപ്പൊ നെഗറ്റീവായ നിങ്ങൾ അനുഭവങ്ങൾ പോലും ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ പറ്റിയില്ലേ? യെസ്. അപ്പൊ അങ്ങനെ അപ്പൊ എന്നിലുണ്ടായിരുന്നത് നമ്മളുടെ ചിന്തകളെ മാറ്റി എന്നുള്ളതാണ്. ചിന്തകളുടെ ഈ രീതികൾ മാറ്റി എന്നുള്ളതാണ്. പിന്നെ എനിക്ക് ലക്ഷ്യം എന്ന് പറഞ്ഞാല് ഞാൻ ഒരു പ്രധാനമായിട്ട് സാറ് കുറെ ഇതുണ്ടായിരുന്നു ഫാമിലിയിൽ, നമ്മുടെ റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, ആ റിലേഷൻഷിപ്പിൽ ഞാൻ അന്ന് എഴുതി വെച്ചിരുന്ന ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു വളരെ സ്മൂത്ത് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്. എന്റെ ഫാമിലിയിൽ, കുടുംബത്തിൽ, ഭാര്യയുടെ അടുത്തും മക്കളുടെ അടുത്തും ഒക്കെ ഉള്ള ആ പെരുമാറ്റ രീതിയിൽ മാറ്റം ഉണ്ടായത് കൂടിയിട്ട് വളരെ സമാധാനപൂർണമായിട്ടുള്ള ഒരു സന്തോഷപ്രദമായിട്ടുള്ള ഫാമിലി ലൈഫും സോഷ്യൽ ലൈഫാണ് ഇപ്പൊ എനിക്കുള്ളത്. അത് ഞാൻ എഴുതി വെച്ച ലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. എന്നും ഉണ്ടാകുന്ന ഈ കലഹങ്ങൾ, ബഹളങ്ങൾ ഇതൊക്കെ അവസാനിച്ചിട്ട് അങ്ങനെ ഇത് ചെയ്യാന്നുള്ളത്. പിന്നെ സാമ്പത്തികമായിട്ട് എന്നുള്ള രീതിയിൽ ഞാൻ വലിയൊരു ലക്ഷ്യം ഒരിക്കലും ഞാൻ അങ്ങനെ മുന്നിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല. എനിക്കിപ്പോ ഞാൻ കൃത്യമായിട്ടൊരു ലക്ഷ്യം ഫോക്കസ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഒരു പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അത്യാവശ്യം മലയാളത്തിലൊക്കെ എഴുതാറുണ്ട്. പക്ഷെ ഇപ്പൊ ഇംഗ്ലീഷിൽ ഇപ്പൊ ഒരു നോവൽ എഴുതുന്നതിന്റെ ഒരു പണിപ്പുരയിലാണ്. അതിന്റെ എന്നിലെ ക്രിയേറ്റിവിറ്റി വല്ലാതെ വർദ്ധിച്ചിട്ടുണ്ട്. ഈ ക്ലാസ്സുകൾ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ഒറ്റ ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്തതോട് കൂടിയിട്ട് ഞാനിപ്പോ ഒരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആ നോവലിന്റെ ഏറെക്കുറെ പകുതിയോളം പൂർത്തിയായിട്ടുണ്ട്. അതൊരു ഗ്രാൻഡ് സക്സസ് ആവും എന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ട്. കാരണം അത് ഒരു വർഷം കൊണ്ട് നമുക്ക് പൂർത്തിയാക്കാൻ കഴിയുന്ന ഒന്നല്ല അത്. ഞാൻ അതിനൊരു ലക്ഷ്യം നിശ്ചയിച്ചിരിക്കുന്നത് ഒരു 3 വർഷമാണ്. അത് നമ്മുടെ ഓരോ ലക്ഷ്യത്തിനും നമ്മൾ ഒരു ടൈം ഫ്രെയിം നമ്മൾ കൊടുക്കണമല്ലോ. പക്ഷെ ആ ലക്ഷ്യം പകുതിയോളം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് അങ്ങേയറ്റത്തെ സന്തോഷമുണ്ട്. അപ്പൊ അതിനുള്ള വഴികൾ തുറന്നു തന്നത് ഈ കരീം സാറിന്റെ ഈ ക്ലാസ്സുകളും മെഡിറ്റേഷനും ഒക്കെ തന്നെയായിരുന്നു. വളരെ ഇതാണ് സന്തോഷം ഇതിന്റെ സാറേ, വളരെ സന്തോഷം. ഷോർട്ടാക്കി പറഞ്ഞോളൂ. ഓക്കെ സാർ. ഞാൻ സാറ് കൂടുതലായിട്ട് പറഞ്ഞാൽ, അതായത് ഞാൻ ചോദിക്കുന്നത് സാറേ, ആ, ആ. നിങ്ങൾ ഈ കോഴ്സിൽ വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ നിങ്ങളുടെ ലൈഫ് എന്താകുമായിരുന്നു? അല്ല, അത് പണ്ടത്തെ പോലെ തന്നെ ആകെ എന്താ പറയാ ഒരു അസ്വസ്ഥജനകം എന്ന് നോക്കിയാൽ. ഡൾനെസ്സിലോട്ട് പോകും. യെസ് ഓർ നോ? അതെ. അതെ, തീർച്ചയായിട്ടും. എന്നുള്ള ഈ ദേഷ്യ പ്രകടനം, അടിപിടി, കച്ചറ എന്ന് പറഞ്ഞാൽ ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല, സത്യം എന്ന് പറയുന്നത്. അപ്പൊ ഞാനങ്ങോട്ട് സ്വയം സാറിന്റെ ക്ലാസ്സിന്റെ അതെന്റെ ഇത്രയും മാസത്തെ നമ്മൾ ആ ഇഫക്ട് മെഡിറ്റേഷൻ കൃത്യമായിട്ട്. പിന്നെ മറ്റൊരു കാര്യം, മെഡിറ്റേഷൻ ഞാൻ വേറെയും ചെയ്തിട്ടുണ്ട്. അതുകൂടി ഇത് പറഞ്ഞേക്കാം സാർ. സാറിന്റെ ക്ലാസ് മെഡിറ്റേഷൻ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ നമുക്ക് ഇതിന്റെ തിയറിറ്റിക്കൽ നോളജ് കൃത്യമായിട്ട് മനസ്സിലായി. ഇത് കാര്യം മനസ്സിലാക്കിയിട്ട് ചെയ്യുമ്പോൾ അതിന് ഡബിൾ ഇഫക്റ്റ് ആണ്. അതാണ് അതിന്റെ ഏറ്റവും വലിയ ഗുണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്ങനെ നമ്മളുടെ മെഡിറ്റേഷൻ കൃത്യമായിട്ട് ഫങ്ഷൻ ചെയ്യുന്നു എന്ന് ക്ലാസ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി. മെഡിറ്റേഷൻ കുറെ കാലമായിട്ട് ചെയ്യുന്നുണ്ട്, അവർ പറയുന്നു, നമ്മൾ ചെയ്യുന്നു എന്നല്ലാതെ അത് എങ്ങനെ അതിന്റെ ഒരു തിയറിറ്റിക്കൽ ബേസിസ് എന്ന് പറയുന്നത് ഇപ്പോഴാണ് ഞാനത് കഴിഞ്ഞ ക്ലാസ്സിൽ പറയാൻ വിട്ടുപോയതാ. ഇത് എങ്ങനെ നമ്മളിൽ വർക്ക് ചെയ്യുന്നു എന്നതിന്റെ തിയറിറ്റിക്കൽ ബേസിസ്, അതാണ് ഏറ്റവും വലിയ കാര്യമായിട്ട് സാർ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് വളരെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല, വളരെ അങ്ങനെ സന്തോഷം. പറഞ്ഞുകൊണ്ടിരിക്കുക സാർ. ഇത് വലിയൊരു ഭാഗ്യം തന്നെയാണ് സാർ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞില്ല, ഇപ്പൊ ട്രഷർ കോഴ്സ് ഫസ്റ്റ് ബാച്ച് കഴിയാൻ പോവുകയാണെങ്കിൽ പോലും ഈ ഹാപ്പി പാർക്കുമായിട്ടുള്ള ബന്ധമോ അല്ലെങ്കിൽ ഇതുമായിട്ടുള്ള കണക്ഷനോ ഒരു കാലത്തും വിടാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. അതെങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തുടർന്ന് പോകാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അത് അത്രയും നമ്മൾക്ക് വാല്യുബിൾ ആയി തോന്നുകൊണ്ടാണല്ലോ നമ്മളിപ്പോ അങ്ങനെ ചിന്തിക്കുന്നത്. പറഞ്ഞതിനെ കൂടുതൽ ഞാൻ ചുരുക്കി ഇപ്പൊ അവസാനിപ്പിച്ചു. ഇനി കൂടുതലായിട്ട് ഇനി വേറെ ആളുകൾ സംസാരിക്കാൻ ഉണ്ടാവുമല്ലോ. ശരി, വളരെ സന്തോഷം. അതായത് ഈ ട്രഷർ പങ്കെടുത്തിട്ടില്ലായിരുന്നെങ്കിൽ അവസ്ഥയാണ് അവർ പറയുന്നത്. ഇനി അടുത്ത ആൾ പറയും. നെക്സ്റ്റ് വൺ. ഞാൻ പറയാം സർ. ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. ഈ ഡേറ്റ് ഓഫ് ബർത്തിനും ഡേറ്റ് ഓഫ് ഡെത്തിനും ഇടയ്ക്കുള്ള കുറച്ച് വർഷങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് ജീവിച്ചാൽ മതിയോ, അതോ സീരിയസ് ആയിട്ട് ഞാൻ എന്താണ് ഇനി ചെയ്യേണ്ടത്, എന്റെ ജീവിതോദ്ദേശം എന്താണെന്ന് നിങ്ങൾ സീരിയസ് ആയിട്ട് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക്
തീർച്ചയായിട്ടും ഹാപ്പി പാർക്കായിട്ട് ബന്ധപ്പെടേണ്ടിയിരിക്കുന്നു. കാരണം അവിടെ അതിനുള്ള എല്ലാ വിധത്തിലുള്ള സർവീസ് എന്ന് തന്നെ ഞാൻ പറയാം, സർവീസുകളും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു വണ്ടിയെ വർക്ക്ഷോപ്പിൽ കയറ്റണ പോലെയാണത് ശരിക്കും. അപ്പൊ ഞാനൊരു 2021 മുതൽ ഹാപ്പി പാർക്കായിട്ട് കണക്റ്റഡ് ആണ്. അതിന്റെ എല്ലാ കോഴ്സുകളും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അവസാനമായിട്ട് എത്തി നിൽക്കുന്നത് നമ്മുടെ ഉള്ളിലെ നിധിപേടകം അഥവാ ട്രഷർ കണ്ടെത്തുന്ന ഒരു കോഴ്സിലാണ്. അപ്പൊ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എന്റെ വ്യക്തിപരമായ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഒന്നൊന്നായിട്ട് പറയാം. ആദ്യമായിട്ട് സാറ് നമുക്ക് തുടങ്ങിയപ്പോ തന്നെ ഫസ്റ്റ് ഡേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് നമുക്ക് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ 30 ലക്ഷ്യങ്ങൾ നമ്മളോട് ടൈം ബൗണ്ട് ആയിട്ട്, അതായത് ഷോർട്ട് ടേം പിന്നെ ലോങ് ടേം അങ്ങനെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനൊരു 30 കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 3/4 ഭാഗം പൂർത്തിയായി, ബാക്കിയുള്ളത് അതിന്റെ പണിപ്പുരയിലാണ്. ഇനി വ്യക്തിപരമായ നേട്ടങ്ങൾ പറഞ്ഞാൽ സന്തോഷം, സമാധാനം, എനർജി ലെവൽ എപ്പോഴും ഉയർന്നു നിൽക്കാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ പുതിയ പുതിയ സാഹചര്യങ്ങളും പുതിയ പുതിയ വ്യക്തിബന്ധങ്ങളും ഉന്നതരായിട്ടുള്ള വ്യക്തിബന്ധങ്ങളും എന്റെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ആരോഗ്യം വളരെയധികം മെച്ചപ്പെട്ടു. എനിക്ക് ഫ്രീക്വന്റ് ആയിട്ട് അലർജിക് ആയിട്ട് എസ്പെഷ്യലി തുമ്മൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാറുള്ളതാണ്. ഒരു 80% എന്റെ വ്യത്യാസമായി. കാരണം എനിക്ക് ടോളറൻസ്, സാറിന് തന്നെ അറിയാം, എന്റെ ആദ്യത്തെ ക്ലാസ്സുകളിലൊക്കെ എനിക്ക് AC ഓഫ്ലൈൻ ക്ലാസ്സിൽ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ല. ഞാൻ സോക്സ് ആദ്യമായ സാധനങ്ങളൊക്കെ കൊണ്ടാണ് ക്ലാസ്സിൽ വരാറ്. ഇപ്പൊ എനിക്ക് അതിനൊന്നും ഒരു ഇഷ്യൂ ഇല്ല. വീട്ടിലും ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ഇതുണ്ടാവാറുണ്ട്. ഇപ്പൊ എനിക്ക് 16 ഇട്ടാലും നോ പ്രോബ്ലം. പിന്നെ എന്റെ ഇമ്മ്യൂണിറ്റി കൂടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അതൊക്കെ ഈ ഒരു എന്താ പറയാ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് സാറിന്റെ കൂടെ കൂടിയതിന് ശേഷം ഉണ്ടായിട്ടുള്ള വ്യത്യാസങ്ങളാണ്. പിന്നെ റിലേഷൻഷിപ്പ് ആണെന്ന് വെച്ചാൽ മനോഹരമായ റിലേഷൻഷിപ്പ് വീട്ടിലും ഫ്രണ്ട്സിന്റെ ഇടയിലും അതേസമയം തന്നെ ജോലി സ്ഥലത്തും എല്ലായിടത്തും മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സാമ്പത്തികമായിട്ട് ഒരു റിച്ച് റോയൽ അരിസ്റ്റോക്രാറ്റിക് മൈൻഡ് സെറ്റ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അബണ്ടൻസിൽ ജീവിക്കാൻ സാധിക്കുന്നു. കരിയർ ആണെന്ന് വെച്ചാൽ അടുത്തൊരു ലെവലിലേക്ക് തന്നെ എനിക്ക് മാറാൻ സാധിച്ചിട്ടുണ്ട്. സ്പിരിച്വൽ ലെവലിലാണെങ്കിൽ ഒരു 350-400 നിൽക്കാൻ സാധിക്കുന്നുണ്ട്. എപ്പോഴെങ്കിലും താഴേക്ക് പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ റീകൂപ്പ് ചെയ്യാനും സാധിക്കുന്നു. ഇതിന്റെ ഭാഗമായിട്ട് ക്ലാരിറ്റി ഓഫ് തോട്ട്സ്, ഇൻഡ്യൂഷൻ, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളും വളരെ കൂടിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങളെ സ്ട്രോങ് ആയിട്ട് ഞാൻ ഈ ഒരു നിധിപേടകത്തിലേക്ക് ട്രഷർ, അവനവന്റെ ഉള്ളിലത്തെ ട്രഷറിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യാണ്. താങ്ക് യു കരീം സാർ ആൻഡ് ടീം. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മൾ ട്രഷറിന്റെ അടുത്ത ബാച്ച് തുടങ്ങുന്നത് സെപ്റ്റംബർ 1-ാം തീയതിയാണ്. അതിന് ഇപ്പോൾ തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്തോളൂ. നമ്മൾ ഈ പറയപ്പെട്ട പരിമിതമായ ആളുകൾക്ക് അത് ഉണ്ടാവുള്ളൂ. ഇനി അടുത്തതായി ട്രഷറിൽ പങ്കെടുത്ത് ഈ പറയപ്പെട്ട ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു പതിവുണ്ടോ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ അല്ലേ സംഭവിച്ചത് എന്ന് ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ അടുത്ത് പറഞ്ഞോളൂ. നെക്സ്റ്റ് വൺ ആരാണ്? മിനി മേഡം സംസാരിച്ചോളൂ. ഓക്കെ ഓക്കെ. മിനി മേഡത്തിന്റെ ഹസ്ബൻഡ് ഇന്നലെ പ്രോഗ്രാമിൽ ഉണ്ടായിരുന്നു. ഓക്കെ, നമസ്കാരം സാർ. നമസ്കാരം. കാണാം. എങ്ങനെയുണ്ടായിരുന്നു ഇന്നലെ ക്ലാസ്? എങ്ങനെ ഉണ്ടായിരുന്നു സാർ? വളരെ നന്നായിരുന്നു സാറേ. സമാധാനായില്ല? പൂർണ്ണമായിട്ട് സമാധാനമായി തീരും ഉടനടി. വൈഫിന് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. വൈഫല്ലേ കൊണ്ടുവന്ന്? ഇല്ല, അത് എപ്പോഴും വളരെ സന്തോഷത്തോട് പറയുന്ന ഒരു കാര്യമാണ് ഇവളോടുള്ള, മിനിയോടുള്ള ഗ്രാറ്റിറ്റ്യൂഡ്. പറയൂ സാർ. എല്ലാവർക്കും നമസ്കാരം. കോഴ്സിലെ പേര് പോലെ തന്നെ വളരെ വിസ്മയകരമായ ഒരു കോഴ്സ് തന്നെയാണ്. മൊത്തത്തില് എല്ലാവർക്കും, എനിക്ക് മൊത്തത്തിൽ നല്ലൊരു ധൈര്യം തന്നെ, ധൈര്യം എന്ന സിദ്ധി തന്നെ എനിക്ക് തന്നെ കിട്ടി. അതേപോലെ തന്നെ ഞാൻ കണ്ട സ്വപ്ന ജീവിതം എനിക്ക് പടുത്തുയർത്താൻ സാധിക്കുമെന്ന ആത്മവിശ്വാസം തന്നെ ഈ കോഴ്സിലൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ പൈസ നോക്കാതെ, എത്ര സംഗീത മേഡം പറഞ്ഞ പോലെ അത് നമുക്ക് കിട്ടേണ്ട നിധി, പൈസ നോക്കാതെ തന്നെ അത് ഇരട്ടി, 500 ഇരട്ടി എന്ന് തന്നെ പറയാം. എത്ര ഇരട്ടി അതിനെ അധികം നമുക്ക് ആ അൾട്ടിമേറ്റ് അറിവ് നേടാനുള്ള ഒരു അവസരം തന്നെയാണ് ഈ ട്രഷർ കോഴ്സ് എന്നുള്ളത്. ഒപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ അത് അറിഞ്ഞിരിക്കേണ്ട ഒരു ജ്ഞാനം തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്ര എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു സർ. ഓക്കെ ഓക്കെ.
ശരി, ഇനി ഞാൻ ചോദിക്കട്ടെ, സെപ്റ്റംബർ ബാച്ചില് ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഒന്ന് യെസ് അടിച്ചേ. സെപ്റ്റംബർ 1-നാണ് അടുത്ത ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിന് എത്ര ആളുകൾക്ക് താല്പര്യമുണ്ട്? പ്ലീസ് ടൈം. ഈ ഒരു കോഴ്സിൽ പങ്കെടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു കാര്യങ്ങൾ എന്തെല്ലാം ചോദിക്കുകയാണെങ്കിൽ, ഒന്ന്, ഓക്കെ, വെരി ഗുഡ്, 6 മാസത്തെ കോഴ്സാണിത്. വളരെ സിമ്പിൾ ആണ്. 1-2 മാസം കഴിയുമ്പോൾ മനസ്സിലാവും ഇതിന്റെ ഡെപ്ത് എന്താണെന്നുള്ളത്. ഓക്കെ ഓക്കെ. 7 ഓൺലൈൻ കോഴ്സ് ഇതിന്റെ കൂടെ ഉണ്ടാവും. 7 ഓൺലൈൻ കോഴ്സ് ഇതിന്റെ കൂടെ ഉണ്ട്. അതിൽ EFTയുടെ ബേസ്, അഡ്വാൻസ്, മാസ്റ്റർ, പിന്നെ പ്രൊഫഷണൽ ഹീലിംഗ് മാസ്റ്ററി, അതുപോലെ തന്നെ പബ്ലിക് സ്പീക്കിംഗ്. അതായത് നിങ്ങൾക്ക് ഇനി ഇതിൽ ഏതെങ്കിലും ഒരു കോഴ്സ് തന്നെ 3 ഭാഗത്താണ് അറ്റൻഡ് ചെയ്യാം. ഓക്കെ ഓക്കെ, പറയൂ. EFT കഴിഞ്ഞിട്ടാണോ ഇതിൽ പങ്കെടുക്കേണ്ടത്? അല്ലല്ല, ഇതൊക്കെ EFTയിൽ പെട്ടതാണ്. ഇതെല്ലാം EFT ഒക്കെ ഇതിന്റെ കൂടെ കിട്ടും കേട്ടോ. ഇതില് അങ്ങനെയൊന്നുമില്ല. EFT ഒക്കെ ഇതിന്റെ കൂടെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പം ഞാൻ ഇതുവരെ EFT എടുത്തിട്ടില്ല. അപ്പൊ ട്രഷറിലേക്ക് വരിക നേരിട്ട്? ഒരു കുഴപ്പമില്ല, ട്രഷറിലേക്ക് നേരിട്ട് വരാം. ട്രഷർ നേരിട്ട് വന്നാൽ ട്രഷറിലുണ്ട് EFT. ഓക്കെ. അപ്പോൾ ലൈഫ് കോച്ച്, പിന്നെ മാത്രമല്ല നിങ്ങൾക്ക് ഈ പറയപ്പെട്ട ആൾക്കാർക്ക് ഇനി ഒത്തിരി ആൾക്കാർ അനുഭവം പറയാനുണ്ട്. ഒന്ന് സംസാരിച്ചേ, ഒരാളോട് സംസാരിച്ചേ, ഒരാൾ. നെക്സ്റ്റ് വൺ ആരാണ് സംസാരിക്കുന്നത്? ഹലോ, പറയൂ. നമ്മളെ ഒത്തിരി ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നു. സംസാരിച്ചോളൂ സാർ. ഹലോ, ഷെരീഫ് സാർ പറയൂ. എൻ്റെ പേര് ഷെരീഫ് എന്നാണ്. ഞാൻ ഡിസംബർ മാസമാണ് സാറിന്റെ ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ ജോയിൻ ചെയ്യണത്. അവിടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് ഒരു ഓൺലൈൻ EFT കോഴ്സിനാണ് ജോയിൻ ചെയ്തത്. അതിനുശേഷം ലൈവ് പ്രോഗ്രാം മലപ്പുറത്ത് വെച്ചുള്ള ക്ലാസ്സിൽ ജോയിൻ ചെയ്തത്. അപ്പോഴെന്താണ് അവസ്ഥയെന്ന് അവിടെ ഉണ്ടായ എല്ലാവർക്കും അറിയാം. ഞാൻ ഈ ബിസിനസ് തകർന്ന് പരിപ്പണമായി 1 രൂപ കയ്യിലില്ലാതെ നിൽക്കുന്ന അവസ്ഥയാണ് ഞാൻ അറിയുന്നത്. എല്ലാം തകർന്ന് ഒരാൾ തന്നെ കോടികൾ പറ്റിച്ച് നിൽക്കുന്ന അവസ്ഥ. ഞാൻ ജനുവരിയിൽ 0 ബാലൻസിൽ ഞാൻ ദുബായിലേക്ക് വരുന്നു. അവിടുന്ന് ദുബായിൽ വന്ന് സാറ് പറഞ്ഞു 30 ലക്ഷ്യങ്ങൾ വെക്കണം. ഞാൻ ലക്ഷ്യങ്ങൾ വെച്ചത് വലിയ വലിയ ലക്ഷ്യങ്ങളാണ്, ചെറുതൊന്നുമല്ല, വലിയ ലക്ഷ്യങ്ങൾ. നമ്മളൊക്കെ അന്ന് വിശ്വസിക്കാൻ പറ്റൂല. പക്ഷെ അത് എങ്ങനെയെന്നുള്ള മാത്രം പറയാൻ പാടില്ല, ചോദിക്കാൻ പാടില്ലാന്ന് സാറ് പഠിപ്പിച്ചതുകൊണ്ട് ആ രീതിയിലേക്ക് ഞാൻ വളർന്നു. ഞാൻ വലിയ ലക്ഷ്യങ്ങൾ വെച്ച് ഞാൻ ദുബായിൽ വന്ന് ഞാൻ ലക്ഷ്യങ്ങൾ വെച്ച ബിസിനസ് എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി 0 ബാലൻസിൽ. അങ്ങനെ 30-35 ലക്ഷ്യങ്ങളാണ് ഞാൻ വെച്ചത്. അതിലുള്ള ഏകദേശം ലക്ഷ്യങ്ങളും പൂർത്തീകരിച്ചിട്ടെങ്കിലും എല്ലാ ടൈം ലിമിറ്റ് വെച്ചിട്ടുണ്ട്. 2024, 2025, 2027, 2028, അങ്ങനെ 2027 പോലുള്ള ലക്ഷ്യങ്ങൾ ഞാൻ ഓൾറെഡി നിറവേറ്റി കഴിഞ്ഞു. ഞാൻ ഗ്ലോബൽ ലെവൽ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യണമെന്ന് വിചാരിച്ച 2027. ഇപ്പോൾ ഓൾറെഡി ഞാൻ ആഫ്രിക്കയിൽ എൻ്റെ ബിസിനസ് ലോഞ്ച് ചെയ്യും. നെക്സ്റ്റ് മന്ത് ഫസ്റ്റ് വീക്ക് ഞാൻ വീണ്ടും ഉസ്ബെക്കിസ്ഥാനിലേക്ക് പോകുന്നു എൻ്റെ ബിസിനസ് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഒക്ടോബറിൽ ആഫ്രിക്കയിലെ ഗിനിയ എന്നുള്ള സ്ഥലത്തേക്ക് ഞാൻ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നു. അപ്പം ഞാൻ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ബിസിനസ്സിലേക്ക് ഞാൻ മാറിയിട്ടുണ്ട്. വളരെ ഓരോരോ കാര്യങ്ങളും എനിക്ക് എവിടത്തേക്ക് എത്തിച്ചേരണം എന്നുള്ളത് ഞാനും എൻ്റെ പ്രപഞ്ചത്തോട് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കും. ഓട്ടോമാറ്റിക് അതിനുള്ള വഴികൾ ഓട്ടോമാറ്റിക് എനിക്ക് വേണ്ടി കൂടാതെ നടത്തി എന്നിലേക്ക് അത് വരുന്നത്. അതിന് പൈസകളോ അതിന് ആൾക്കാരോ ഒന്നും പ്രശ്നമില്ലാത്ത രീതിയിലേക്ക് ലക്ഷ്യങ്ങൾ നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ ട്രഷറി എന്ന ക്ലാസ് എനിക്ക് കുറെ പറയാനുണ്ട്, കുറച്ചൊന്നുമല്ല. ടൈമിന്റെ പരിമിതി കൊണ്ട് ഞാൻ മുമ്പ് 1 മണിക്കൂർ ക്ലാസ് എടുത്തിരുന്നു. സാറിന് ഓർമ്മയുണ്ടാവും. ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ഒരു ദിവസം വരാം. ഒരു 2-3 മണിക്കൂർ എൻ്റെ ചരിത്രം തന്നെ പറയാനുണ്ട്. അത്രയും പറഞ്ഞാൽ തീരിയില്ല. അത്രയും ട്രാജഡി ആയിരുന്നു. അവിടുന്ന് ഇവിടത്തേക്ക് ഞാൻ എത്തിച്ചേർന്ന ലൈഫ് ഒരു ഭയങ്കരമായിരുന്നു. ഒന്നുമല്ല, ഇവിടത്തേക്കും എത്തിപ്പെടിയില്ല. ഞാൻ ശരിക്കും മാനസിക രോഗത്തിന്റെ ഗുളിക പോലും എടുത്തിട്ടുണ്ട്. ഒക്ടോബർ മാസം ഉറക്കില്ലാതെ ഞാൻ സാറോട് പറഞ്ഞു എനിക്ക് ഉറക്കില്ല, എനിക്ക് ഉറക്ക് മാത്രം കിട്ടിയാൽ മതി. ഉറക്കില്ലാതെ രാത്രികളായിരുന്നു. എല്ലാ ദിവസവും വിളിച്ചു ചോദിക്കും, സാർ എനിക്ക് ഉറക്ക് കിട്ടണം. അവർ EFT ഇതിനെന്ത്
കറക്റ്റ് വരുന്നില്ല. പിന്നെ ട്രഷറിയിലേക്ക് വരുന്ന ലൈഫ് കണ്ടിന്യൂസ് ചെയ്യുന്ന ഓട്ടോമാറ്റിക് എന്റെ ലൈഫ് സെറ്റിലാണ്. ഞാൻ മുമ്പ് എല്ലാവരോടും പ്രശ്നങ്ങളിലും എല്ലാത്തിലും ഏർപ്പെടായിരുന്നു, രാഷ്ട്രീയമായാലും എന്തായാലും. ഇപ്പൊ അതെല്ലാം മതിയാക്കി. ഇപ്പൊ ഞാൻ എന്റെ ജീവിതത്തിലേക്ക് ഞാൻ ഫോക്കസ് ചെയ്യും. എന്റെ വിഷൻ ബോർഡ് അത്ര ബിഗ് വിഷൻ. നിങ്ങൾ വലുത് ചിന്തിക്കണം, ചെറുതൊരിക്കലും ചിന്തിക്കണ്ട. നിങ്ങളെ വിഷൻ ബോർഡ് നോക്കിയിട്ട് ചിരിക്കണം. ഒരു മനുഷ്യൻ ചിരിച്ചെങ്കിൽ മാത്രമേ ആ വിഷൻ ബോർഡിന് വാല്യുബിൾ ഉള്ളൂ. ഇല്ലേ, നിങ്ങൾ വിഷൻ ബോർഡ് കണ്ടിട്ട് ആരും ഇതെല്ലാം സാധാരണക്കാണ് അങ്ങനെയാണ്. ഒരാൾ തമാശയായിട്ട് ചിരിക്കുന്നില്ല, ആ ചിരിക്കുന്ന ലെവലിലേക്കുള്ള വിഷൻ ബോർഡുകൾ ഉണ്ടാക്കണം. ഡ്രീം ബിഗ്, ജസ്റ്റ് വർക്ക് ഹാർഡ് ആൻഡ് വർക്ക് സ്മാർട്ട്, യു വിൽ ബി റീച്ച് ദർ ഷുവർ. ദാറ്റ്സ് മൈ സീക്രട്ട്. എന്റെ എല്ലാ ലക്ഷ്യങ്ങളിലേക്കും ഞാൻ എത്തിച്ചേരാൻ വേണ്ടി പോകുന്നു. ഇപ്പൊ ഞാൻ എന്റെ ഗ്ലോബൽ ലെവൽ ബിസിനസ്സിലേക്ക്, ഇവിടെയുള്ള എന്റെ ക്ലാസ്സിലുള്ള എന്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം ഞാൻ എവിടത്തേക്ക് പോകുന്നുള്ള. ഇൻഷാല്ല വീണ്ടും വരാം. താങ്ക് യു വെരി മച്ച്. നോക്കൂ സാർ, നിങ്ങൾ കേൾക്കണം, ഒരു ട്രഷർ എന്ന് പറയുന്ന ഒരൊറ്റ കോഴ്സ് നിന്നാണ് ഇദ്ദേഹം കോടികൾ തിരിച്ചു പിടിച്ചത്. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എങ്ങാനും അന്ന് ഈ കോഴ്സിന് അദ്ദേഹം എത്തിപ്പെട്ടില്ലായിരുന്നു എങ്കിൽ എന്തായിരിക്കും ഷെരീഫ് സാറെ ലൈഫ്? അന്ന് ഞാൻ പറഞ്ഞില്ല സാറോട്, അന്ന് തന്നെ ഞാൻ പറഞ്ഞില്ല. അവിടെ നിന്ന് എന്റെ വൈഫും പിന്നെ ഞാനും സാറിന്റെ മലപ്പുറം ക്ലാസ്സിൽ വെച്ചിട്ട് എന്ത് പറഞ്ഞു, എന്റെ വൈഫ് പറഞ്ഞു ഞാൻ ഫുൾ തകർന്ന് തെരിപ്പണം, എന്റെ എല്ലാം പോയി, എന്റെ എല്ലാ ബിസിനസ്സും, എന്റെ വൈഫിന്റെ ഗോൾഡ് അടക്കം എല്ലാം തകർന്ന്, സീറോ ബാലൻസിൽ, സീറോ. ഞാൻ ദുബൈയിലേക്ക് വരുന്നത്, എന്റെ അടുത്ത് ബിസിനസ് തുടങ്ങാനുള്ള പിന്നെ പൈസ, ഞാൻ ഒരാളെ കീഴിൽ ഇതുവരെ പണിക്ക് നിന്നിട്ട് ഞാൻ ഫുൾ ബിസിനസ് ചെയ്തുകൊണ്ട് വന്നത്. ആ ബിസിനസ്സിൽ ഒരാളെ എന്നെ ചെതിച്ചതാണ്. അവിടെ നിന്ന് സാർ എന്നോട് പറഞ്ഞു, നീ എന്ത് ചിന്തിക്കാൻ നിൽക്കണ്ട, നീ ദുബായിലേക്ക് വിട്ടോ, പിന്നെ ഓട്ടോമാറ്റിക് പൈസയും നിനക്ക് വിചാരിക്കുന്ന നിന്റെ വിഷൻ ബോർഡിലുള്ള എന്താണോ ബിസിനസ് അത് ഓട്ടോമാറ്റിക് നിന്നിലേക്ക് വരും. അത് പറഞ്ഞ മാതിരി സീറോ ബാലൻസിലെ ഒരു കമ്പനിയുടെ ചെയർമാനാണ് ഞാൻ. സീറോ ഇൻവെസ്റ്റ്മെന്റിൽ ഞാൻ കമ്പനിയുടെ പാർട്ട്നേഴ്സ് വിസയിലുള്ളതാണ്. സീറോ ഇൻവെസ്റ്റ്മെന്റിൽ ഞാൻ കെനിയയിലേക്ക് വിസിറ്റ് ചെയ്ത്, ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ ഒരു പുറം വേറെ ദുബൈയിലല്ലാതെ വേറെ രാജ്യത്തേക്ക് പോയിട്ടാ. ഇപ്പൊ എനിക്ക് ഞാൻ വിഷൻ ബോർഡ് എഴുതി വെച്ചിട്ടും ഈ എന്റെ ഇതെല്ലാം പ്രാബല്യത്തിൽ വരുത്തുന്നത് കൊണ്ട് ഓരോരോ രാജ്യങ്ങൾക്ക് എനിക്ക് സ്പോൺസറാണ്. കെനിയയിലേക്ക് പോയി 10 ദിവസം അവിടെ ഉണ്ടായിരുന്നു. കെനിയ ഫുള്ളായിട്ട് എനിക്ക് അവിടുത്തെ പൊളിറ്റിക്സ് ആയിട്ടുള്ള മിനിസ്റ്റേഴ്സ് പോലും ഞങ്ങൾക്ക് ബിസിനസ് സെറ്റപ്പ് അവർ ചെയ്തു തന്നെ. ഇപ്പൊ അവർ നല്ല കണക്ഷൻ. ഇപ്പൊ നെക്സ്റ്റ് ഉസ്ബെക്കിസ്ഥാൻ, നെക്സ്റ്റ് ഗിനിയ, പിന്നെ അതർവേ സിംബാബ്വെ, എല്ലാം എനിക്ക് ഓരോരോ ദിവസങ്ങൾ ഒരു പുതിയ കണക്ഷൻ ആക്കിയിട്ട് എല്ലാ രാജ്യത്തേക്ക് ബിൽഡപ്പ് ആകാൻ വേണ്ടിയുള്ള പാർട്ട്നേഴ്സ് അടക്കം ഞങ്ങൾ കൂടി വരുന്നതാണ്. സീറോ ഇൻവെസ്റ്റ്മെന്റിലാണ് ഞാൻ ഈ ബിസിനസ് ഇപ്പോൾ കെട്ടിപ്പടുത്തത്. വെരി ഗുഡ്, വെരി ഈ ഒറ്റ സീറോ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാൻ പറ്റില്ല. 40,000 രൂപ ഞാൻ ഇൻവെസ്റ്റ് ഈ ട്രഷറിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 45 ആ 40,000 ഇൻവെസ്റ്റ്മെന്റിൽ ഞാൻ കോടികളെ ബിസിനസ് ഓൾറെഡി സെറ്റ് ചെയ്തത് ഈ ട്രഷറിന്റെ ഒറ്റ പവറാണ്. അത് എന്റെ മെയിൻ മാറ്റി, എന്റെ തിങ്കിങ്, ഉപബോധ മനസ്സിന്റെ തിങ്കിങ്, ആ ചിന്താ ലെവലിൽ മാറ്റി. 3 കൊല്ലം വരെ ഞാൻ ആ ഗുളി ഞാൻ അന്നൊരു ക്ലാസ്സിൽ കാണിച്ചിരുന്നു. പിന്നെ ഞാൻ കഴിച്ച ഗുളിയന്റെ, അതും ഡോക്ടർമാർ കൊടുക്കാൻ പറ്റാൻ എന്റെ ഫ്രണ്ടായ ഒരു ഡോക്ടർ എനിക്ക് രഹസ്യമായി തന്നൊരു ഗുളികയായിരുന്നു ഉറക്കിന്റെ. ആ ഗുളിക അടിച്ചിട്ട് ഞാൻ പിന്നെ കടന്നുറങ്ങിയായിരുന്നു. എന്ത് ചെയ്യണം എന്നറിയാതെ എന്റെ ഇതെല്ലാം വൈഫിനെയും ഇതെല്ലാം ഇതാക്കിയിട്ട്. ആടുന്ന് ഞാനൊരു ടേണിംഗ് പോയിന്റ് ആയത് ഈ ഒറ്റ ക്ലാസ് കൊണ്ടാണ്. ഓക്കെ ഷെരീഫ് സാർ, അദ്ദേഹത്തിന് പ്രത്യേകത എന്താ ചോദിക്കുകയാണെങ്കിൽ ഡെഡിക്കേറ്റഡ് ആണ്. പറഞ്ഞാൽ അത് കൃത്യമായി ചെയ്യും. അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു വിജയം എന്ന് പറയുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരു കോഴ്സ് ചെയ്തിട്ടാണ്, ഇത് ഓൺലൈനിലാണ് ഈ കോഴ്സ്, പക്ഷെ അതിന്റെ കൂടെ ഓഫ്ലൈനിലായിട്ട് ഇപ്പൊ ഇന്നലെ EFT ഒക്കെ ചെയ്തത് ഈ ട്രഷറിന്റെ ഒരു ഭാഗം മാത്രമാണ്. EFTയുടെ ബേസിക്, അഡ്വാൻസ്, മാസ്റ്റർ, അതുപോലെ തന്നെ ചില മിക്കവാറും പുതിയ ചില കോഴ്സുകൾ നമ്മൾ അനൗൺസ് ചെയ്യും. അതെല്ലാം ഇതിന്റെ ഒരു പാർട്ട് മാത്രമാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ട്രഷറാണ്. അതായത് നമുക്ക് അത്ഭുതമില്ല. അപ്പൊ നിങ്ങൾ ഇനിയിപ്പോ പുതിയ വരുന്ന ആൾക്കാർക്കും അവർക്ക് 30 ലക്ഷങ്ങൾ എഴുതി വെക്കാം. ആ 30 ലക്ഷങ്ങളും അതിലപ്പുറവും ഉള്ളത് തുറന്നു കിട്ടാനുള്ള വഴികൾ നിങ്ങളുടെ മുമ്പിൽ കിട്ടും. അങ്ങനെ ഗ്യാരണ്ടി പറഞ്ഞിട്ടാണ് അപ്പം ഈ ആൾക്കാരുമ്പോൾ നമ്മൾ നിൽക്കുന്നത്. ആരെങ്കിലും ഒരാൾ പറയാണ് നിങ്ങൾ അന്ന് അതൊക്കെ പറഞ്ഞു, അന്ന് കോഴ്സിന് ഫീ എന്ന് പറഞ്ഞാൽ 2024 നമ്മൾ കോഴ്സിന് ഫീ, ആ കോഴ്സിന് ഫീ അല്ല ഇപ്പൊ ഇന്ന് വേറെ കാര്യം. കാരണം ഇന്ന് നമ്മൾ വേറെ കുറെ കൂടി കോഴ്സുകളൊക്കെ കൂട്ടിയതില്ലേ, മനസ്സിലായില്ലേ? പക്ഷെ ഫീ അല്ല ഇതിന്റെ പ്രത്യേകത, മനസ്സിലായോ? ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഈ വ്യക്തി നമ്മുടെ ഈ കോഴ്സിന്റെ ഫീ മാത്രമാണ് അദ്ദേഹത്തിന് ഇൻവെസ്റ്റ്മെന്റ്, ബാക്കിയൊന്നുമില്ല. അതിന് അദ്ദേഹം എടുത്ത ധൈര്യമുണ്ടല്ലോ, ആ ധൈര്യം അതാണ് അദ്ദേഹത്തെ വിജയിപ്പിച്ചത്. ഇനി ഒത്തിരി ആൾക്കാരുണ്ട്, സംസാരിച്ചോളൂ.
അടുത്താരാണ്? സർ ആ, ടീച്ചറാണ്. കേൾക്കുന്നില്ല? കേൾക്കുന്നില്ലേ? ആ, ഇപ്പൊ കേൾക്കാം, പറയൂ. ആ പെട്ടെന്ന് പറയൂ. കേൾക്കുന്നില്ല? ഇപ്പൊ കേൾക്കുന്നില്ലേ സാർ? ആ, ഇപ്പൊ കേൾക്കാം, പറയൂ. ഓക്കെ. ഞാൻ വളരെ ചുരുക്കി പറയാം. പ്രഷറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കൊരു ദിവസം മുഴുവനും പറയാനുണ്ടാവും. അപ്പോ നമുക്ക് എന്റെ ഒരു അഭിപ്രായത്തില് ഈ ഒരു വാക്ക് കേൾക്കുന്നില്ല ടീച്ചറെ, ഓഫായി. കേൾക്കുന്നില്ല. സന ടീച്ചർ? എനിക്ക് തോന്നുന്നു നെറ്റ് ഇഷ്യൂസ് ഉണ്ടാവും. അടുത്ത ആളൊന്ന് പറഞ്ഞോട്ടെ. നെറ്റ് ഇഷ്യൂ ആയിരിക്കും. അടുത്ത ആൾ പറഞ്ഞോളൂ. അടുത്ത ആൾ പറഞ്ഞോളൂ. ഓക്കെ, നിങ്ങള് അടുത്ത ബാച്ച് സെപ്റ്റംബർ 1-നാണ് തുടങ്ങുക. അപ്പൊ അതിലെ EFTയും അതുപോലെ തന്നെ ഗോൾ സെറ്റിംഗും ഒക്കെ മുമ്പ് ചെയ്യും. അതായത് ശരിക്ക് കൃത്യമായി ശാസ്ത്രീയമായി ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യാനും വിഷൻ ബോർഡ് ഉണ്ടാക്കുവാനും അത് ഉണ്ടാക്കിയാൽ വെച്ചാൽ മതി. പിന്നെ നിങ്ങളെ മനസ്സിന്റെ കാന്തശക്തി, അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷെഫീഖ് സാറൊക്കെ പറഞ്ഞ പോലെ തന്നെ, അതായത് നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങളുടെ മനസ്സിനെ ഗാന്ധമാക്കി മാറ്റി 2-3 മാസം കൊണ്ട് ഗാന്ധമായി മാറും. പിന്നെ അതാ വരുന്നു. ഓരോ ലക്ഷ്യവും എന്തൊക്കെ വെച്ചോ അതൊക്കെ നമ്മുടെ മുമ്പിൽ പുലർന്നു വരുന്നു. ഇതാ ഈ കോഴ്സിന്റെ മിറാക്കിൾ എന്ന് പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് തുല്യതയില്ലാത്തൊരു കോഴ്സ്. അത് നമ്മൾ ചെയ്തത് കൊണ്ട് പറയുന്നു എന്നതല്ല. ഇപ്പൊ ഉദാഹരണമായിട്ട് ഷെരീഫ് സാറൊക്കെ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് വേറെ കോഴ്സുകൾ ചെയ്തിട്ടുണ്ട്. യെസ് ഓർ നോ ഷെരീഫ് സാർ? ലക്ഷങ്ങൾ കൊടുത്തിട്ട് സാറ് കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. യെസ് ഓർ നോ? 4 ലക്ഷം രൂപ കൊടുത്തിട്ട് കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ബിസിനസ് കോഴ്സ് 4 lakhs ബിസിനസ് കോഴ്സ്. ഇതെല്ലാത്തിനും ചില ആൾക്കാർ ബിസിനസ്സിന് പറ്റുമെന്ന് വെച്ചു. ബിസിനസ്സിന് നമ്പർ 1, ഹീലിംഗിന് പറ്റുമോ നമ്പർ 1, മനസമാധാനത്തിന് പറ്റുമോ നമ്പർ 1, റിലേഷൻഷിപ്പിന് പറ്റുമോ നമ്പർ 1. എന്തിനാ പറ്റാത്ത? ഒന്നുമില്ല, ഒഴിവാക്കാനില്ല. ശരി, ടീച്ചറെ സംസാരിച്ചോളൂ. ഓക്കെ സാർ. ഭയങ്കര മഴയും പ്രശ്നങ്ങളൊക്കെയാണ്, അതുകൊണ്ടായിരിക്കും. ഇപ്പൊ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കാം. ഇപ്പൊ എനിക്ക് പറയാനുള്ളത്, എന്റെ ഒരു അനുഭവം കൊണ്ട് നമ്മള് ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരും ഈ ഒരു കോഴ്സ് ചെയ്യണം എന്നാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. കാരണം ആർക്കും അറിയില്ല, നമുക്ക് വേണ്ടതെല്ലാം ദൈവം പ്രകൃതിയിൽ തന്നിട്ടുണ്ട്. അത് നേടിയെടുക്കാനുള്ള ഒരു തടസ്സം നമ്മൾ തന്നെയാണെന്ന് പലർക്കും അറിയില്ല. എനിക്കും അറിയില്ലായിരുന്നു. അപ്പൊ അത് എനിക്ക് മനസ്സിലായത് ഈ ഒരു ട്രഷറിൽ വന്നതിന് ശേഷമാണ്. നമുക്കുള്ള സമൃദ്ധിയുടെ തടസ്സം നമ്മൾ തന്നെയാണ്. അത് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിച്ചു. പിന്നെ ഉള്ളിലുള്ള ബോധത്തെ ഉയർത്തിക്കൊണ്ട് നമുക്ക് വേണ്ടതെല്ലാം നമുക്ക് നേടിയെടുക്കാന്ന് എന്നെ പഠിപ്പിച്ചതും ഈ ഒരു ട്രഷർ കോഴ്സ് തന്നെയാണ്. അപ്പൊ അതുവഴി നമ്മുടെ മൈൻഡ് സെറ്റ് ഒക്കെ മാറ്റിയപ്പോൾ എനിക്കുണ്ടായിരുന്ന ഒരുപാട്, ഞാനും എഴുതി വെച്ചു, 30-ലേറെ ഗോളുകൾ ഞാനും എഴുതി വെച്ചു. അപ്പൊ അതിൽ എനിക്ക് ഏറ്റവും പ്രധാനമായിട്ടുണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞത് സാമ്പത്തിക പ്രശ്നം തന്നെയായിരുന്നു. അപ്പൊ അതിനുള്ള സാധ്യതകൾ ഒരുപാട് മുമ്പിലുണ്ട്. പക്ഷെ എന്തോ എല്ലാം ബ്ലോക്കായി കിടക്കുകയായിരുന്നു. ഈ ട്രഷറിൽ ചേർന്നു, കൃത്യമായിട്ട് വർക്കുകളൊക്കെ ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് ഞാൻ 2 മാസം കൊണ്ട് എനിക്ക് ഒരു 50 ലക്ഷം രൂപ ലഭിക്കണം എന്നായിരുന്നു ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്ന ഏറ്റവും വലിയ ഗോൾ എന്ന് പറയുന്നത്. അത് പറഞ്ഞ ആ ഒരു 2 മാസം ഏകദേശം കഴിയുമ്പോഴേക്ക് തന്നെ എനിക്ക് അതിനുള്ള വഴി തെളിഞ്ഞു. അതിനുള്ള സാധ്യതകൾ വന്നു. അതിലൊരു 30 ലക്ഷം എനിക്ക് കൈ കിട്ടി. ഇനി ബാക്കി കിട്ടാനുണ്ട്. എന്തായാലും അതുവഴി ഉണ്ടായിരുന്ന പ്രോബ്ലംസ് ആയിരുന്നു അധികവും ലൈഫിൽ ഉണ്ടായിരുന്നത്. അത് ഒട്ടുമിക്ക പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു. ഓരോരോ ആഗ്രഹങ്ങളായിട്ട് സാധിച്ചു മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മെന്റലി, സ്പിരിച്വലി, ഫിസിക്കലി എല്ലാം പറയാൻ ഒരുപാടുണ്ട്. ടൈം വളരെ ഷോർട്ട് ആയതുകൊണ്ട് ഞാൻ എന്റെ ഒറ്റ വാക്കിൽ ഒതുങ്ങാണ്. ഈ വാക്ക് കേൾക്കുന്ന എല്ലാവരും, നിങ്ങൾ ഇതിനായിട്ട് ഇപ്പൊ ഷെരീഫ് സാറിന്റെ അനുഭവം കേട്ടു, 40,000 മുടക്കിയിട്ട് എത്രയാ സാറ് നേടിയെടുത്തെന്ന് എല്ലാവരും കേട്ടു. ഇതുപോലെ നിങ്ങൾക്കും സാധ്യമാണ്. ഇതും നിങ്ങളുടെ മുമ്പിൽ തുറന്നു കിടക്കുകയാണ് സാധ്യത. ഈ സാധ്യത ഉപയോഗപ്പെടുത്തുക. ഓരോരുത്തരും നിങ്ങൾ മുടക്കുന്ന പൈസ ഞാൻ ഉറപ്പു തരുന്നു, ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. എല്ലാവർക്കും നന്ദി. ഓക്കെ സാർ. അതായത് ഇതിൽ 1 ലക്ഷം എന്താ ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ ഇതിന് മുടക്കുന്ന ഫീസ്, ഈ ഫീസ് 6 മാസത്തിനുള്ളിൽ അതിന്റെ ഇരട്ടി നിങ്ങളെ കയ്യിൽ തിരിച്ചു വരുന്നതാണ് ഇതിന്റെ ഒരു ഇത്. അപ്പൊ നമുക്ക് ഒന്നും ഭയപ്പെടാനില്ല. ബാങ്കിൽ ഇട്ടതുപോലെയാണ്. ഇങ്ങനെയൊക്കെ ധൈര്യമായിട്ട് പറയണമെങ്കിൽ ഈ വിഷയത്തെ കുറിച്ച് അത്രയും ബോധമുണ്ടാണ് പ്രിയപ്പെട്ടവർ.
വളരെ സന്തോഷം. ഇനി എത്ര പേർക്ക് ഈ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ട്? പ്ലീസ് ടൈപ്പ്. എത്ര പേർക്ക് ഇനി പുതിയതായിട്ട് ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ട്? ടൈപ്പ് ചെയ്ത്. ഫീ എത്രയാണെന്ന് പല ആൾക്കാർക്കും താല്പര്യം. ഓക്കെ, ഫീസ് എത്രയാണ് എന്നുള്ളതാണ്. ഫീസ് എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ ഫീസാണ്. ഓൺലൈനിലാണ് കോഴ്സ് കേട്ടോ, ഓൺലൈനിലാണ് ഈ ഒരു കോഴ്സ്. പക്ഷെ ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ഞാൻ ചോദിക്കട്ടെ, ഇതിന്റെ കൂടെ നിങ്ങൾക്ക് 7 ഓഫ്ലൈൻ കോഴ്സുകളുണ്ട്. ഈ 7 ഓഫ്ലൈൻ കോഴ്സുകൾക്ക് കൂടി കൊടുക്കുന്ന ഫീസേ നമ്മൾ എന്താക്കുന്നുള്ളൂ. ഈ ട്രഷർ എന്ന് പറയുന്ന ഈ നിധി സ്വായത്തമാക്കാൻ നമ്മൾ വാങ്ങുന്നുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈ രൂപത്തിലുള്ള വലിയ നേട്ടങ്ങൾ ലഭിക്കാൻ പോകുന്നു. 6 മാസം നിങ്ങൾ തുടർച്ചയായിട്ട് മെന്ററിങ്ങിലൂടെ, 6 മാസമല്ല, ഇപ്പൊ 6 മാസം കഴിഞ്ഞില്ലേ, കോഴ്സ് ഇപ്പോഴും കഴിഞ്ഞില്ലല്ലോ. ഇപ്പൊ തന്നെ 7-ാം മാസമായി, 8-ാം മാസമായി. ഇപ്പോ അതാണ് നമ്മുടെ പ്രത്യേകത. 6 മാസം നമ്മൾ ഡ്യൂറേഷൻ, അതിനേക്കാളും അപ്പുറമാണ്. ഓക്കെ, അതിന്റെ കൂടെ തന്നെ ഓൺലൈൻ കോഴ്സ്, ലൈഫ് കോച്ച്, ഹീലർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വയം ഹീൽ ചെയ്യാൻ പറ്റും. നിങ്ങൾക്കൊരു ഹീലറായിട്ട് വേണമെങ്കിൽ പണം ഉണ്ടാക്കാനും പറ്റും, അങ്ങനെയും പറ്റും. ഒരു ട്രെയിനർ ആവാനും ഇതൊക്കെ. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇപ്പൊ നമ്മള് ഫസ്റ്റ് ബാച്ചിന്റെ എക്സാമിനേഷൻ കഴിഞ്ഞു, അവരുടെ മാർക്കുകൾ ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നു. അടുത്ത 10-ാം തീയതി കോൺവെക്കേഷൻ അവർക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നു. ഇത്രയും ബെനിഫിറ്റ് ഉള്ള ഒരു സാധനത്തിന് നിങ്ങളൊരു 2 ലക്ഷം രൂപ ഫീസ് വാങ്ങിയാലും അധികമാവില്ല. അധികമാവോ പ്രിയപ്പെട്ടവര്? ഞാൻ 2 ലക്ഷം രൂപ ഫീസ് പറഞ്ഞാൽ ഇത് അധികമാവോ ഈ ഒരു കോഴ്സ്? ഒന്ന് ഇത് അനുഭവിച്ച ആൾക്കാർ പറയൂ. യെസ് ഓർ നോ? 2 ലക്ഷം അധികമല്ല സാർ, എത്ര വേണമെങ്കിലും മുടക്കാൻ പിന്നീട് തയ്യാറാവും നമ്മൾ ഇതിന്റെ ഒരു റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ. ഷോപ്പിലായതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഓൺ ആക്കാത്തത്. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കാം. സാറേ പറയട്ടെ, 2 വാക്ക് പറയട്ടെ? പറഞ്ഞോളൂ. അതായത് ലോകത്തിൽ തന്നെ 95% ആളുകൾക്കും അറിയാത്ത ഒരു കാര്യങ്ങളാണ് സാർ ഈ കോഴ്സിലൂടെ ഞങ്ങൾക്ക് തന്നത്. ഞങ്ങളത് ശരിക്കും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ശാന്തിയിലൂടെ നമുക്ക് എങ്ങനെ ജീവിക്കാം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബെനിഫിറ്റ്. ഈ ശാന്തി തന്നെ, നമ്മുടെ മനസ്സിന് ശാന്തി വന്നു കഴിഞ്ഞാൽ തന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അതിന്റെ പിന്നാലെ വരുന്നതായിട്ടാണ് ഈ കോഴ്സിലൂടെ ഞാൻ മനസ്സിലാക്കിയത്. അതായത് മനസ്സിനെ ശരിക്ക് ഒരു ശാന്തിയിൽ നിലനിർത്താൻ കഴിഞ്ഞതോടു തന്നെ മാനസികപരമായിട്ടുണ്ടായിരുന്ന ഒരുവിധം എല്ലാ പ്രയാസങ്ങളും നമ്മളിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ആ ഒരു മാനസികപരമായ പ്രയാസങ്ങൾ പോയപ്പോൾ ശാരീരികമായിട്ടും നമുക്കുണ്ടായിരുന്ന ചില വിഷമതകള്, ഈ ഷുഗർ അതുപോലുള്ള സംഗതികളൊക്കെ വിട്ടുപോവുകയാണ് ചെയ്യുന്നത്. ഒരു മരുന്നോ അതല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ലാതെ തന്നെ. നമ്മളിപ്പോ ഒരു അസുഖം വരികയാണെങ്കിൽ ഒന്നുകിൽ ഡോക്ടറെ അടുത്തേക്ക് പോവുകയാണ് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യുന്നത്. പക്ഷെ ഈ ഒരു കോഴ്സിലൂടെ നമുക്ക് നമ്മളെ തന്നെ ഹീൽ ചെയ്യാനും നമ്മുടെ പ്രശ്നങ്ങള് നമുക്ക് ഇല്ലാതാക്കാനും കഴിയുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതേപോലെ തന്നെ സാമ്പത്തികം എന്ന് പറയുന്നതും ശാന്തമായ ഒരു മനസ്സിലൂടെ, സാമ്പത്തികം ഏത് വഴി കൂടെയാണ് നമ്മളിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് പറയാൻ പറ്റുന്നില്ല. സാറ് ഒരു 30 ലക്ഷങ്ങൾ എഴുതി വെക്കാൻ പറഞ്ഞപ്പോൾ ഞാനും ആ ഒരു 30 ലക്ഷങ്ങൾ എഴുതി വെച്ചിരുന്നു. എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിരുന്നു ഒരു പ്രോപ്പർട്ടി, വീടിനടുത്തുള്ള ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കുക എന്നുള്ളത്. എനിക്ക് ഈ കോഴ്സിലൂടെ കടന്നു പോകുമ്പോൾ വളരെ എന്താ പറയുക, ഞാൻ പോലും അറിയാതെ അതെനിക്ക് എന്നിലേക്ക് വന്നു ചേരുകയും എനിക്ക് സ്വന്തമാക്കുവാനും കഴിഞ്ഞു. അതുപോലെ തന്നെ റിലേഷൻഷിപ്പ്, തുടക്കത്തിൽ ഹരിദാസൻ സാറ് പറഞ്ഞതുപോലെ തന്നെ ഈ ദേഷ്യം, അതേപോലെ നമുക്കുണ്ടാവുന്ന ഈ മാനസിക പിരിമുറുക്കങ്ങൾ, ഇതിൽ നിന്നൊക്കെ ഒരു മോചനം. ഇതിന് എത്ര ഫീസും വേണമെങ്കിൽ കൊടുക്കാം. കാരണം തുടക്കത്തിൽ ഞങ്ങൾ തന്നെ ആ ഒരു ഫീസ് കേട്ടപ്പോ ഒരു ഇത് തോന്നിയിരുന്നെങ്കിലും പിന്നീട് മനസ്സിലായി ഇതിന് എത്ര ഫീസ് അല്ല ഇതിന് നമ്മളെ ഒരു ലൈഫ്, ഒരു ജീവിതം മുഴുവൻ നമുക്ക് കിട്ടുകയാണ്. ഒന്നും ഇല്ലാത്ത ഇതിൽ നിന്ന് നമുക്കൊരു ജീവിതം കിട്ടുകയാണ്. കൂടുതൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കഴിയുന്ന എല്ലാവരും ഫീസ് ഇതിന്റെ ഒരു മാനദണ്ഡമാക്കാതെ എല്ലാവരും ഈ ഒരു കോഴ്സിൽ പങ്കെടുക്കണം. പങ്കെടുത്ത് കഴിഞ്ഞാലേ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് അല്ലെങ്കിൽ അതിന്റെ വാല്യൂ, ഈ ഒരു കോഴ്സിന്റെ വാല്യൂ മനസ്സിലാവുള്ളൂ. താങ്ക് യു സർ. വളരെ വളരെ സന്തോഷം. ഈ ഒരു കോഴ്സിന് അപ്പൊ 2 ലക്ഷം പറഞ്ഞാലും അത് അധികമല്ല. ഇനി എന്നാ നിങ്ങൾ 2 ലക്ഷം നിന്ന് അടക്കണ്ട, 1 ലക്ഷം കൊടുത്താൽ എന്തായാലും ഇത് മുതലാവും.
കാരണം 1 ലക്ഷം തന്നെ ഒന്നുമല്ല. പക്ഷെ അതും നിങ്ങൾ അടക്കണ്ട. 1 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഈ ഒരു കോഴ്സിനൊന്നുമല്ല. നിങ്ങൾക്കറിയാം പല കോഴ്സുകളും നടത്തുന്നത് ലക്ഷക്കണക്കിന് രൂപയാണ് ഫീസ് വാങ്ങുന്നത്. ഒന്നും വേണ്ട. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ കഴിഞ്ഞ എനർജി ഹീലിംഗിന്റെ ഒരു സെഷൻ നമ്മൾ നടത്തി. അങ്ങനെ ഒരു ഒറ്റ കോഴ്സിന് വേണം ഒരു 20-25-30,000 റുപ്പീസ്. മനസ്സിലായില്ലേ? എസ്വർണോ നിങ്ങൾ അനുഭവിച്ച ആൾക്കാരാണ്. എന്നാൽ നമ്മൾ അതെല്ലാം കൂടിയിട്ട് 7 കോഴ്സുകളും ഈ 7 ഓൺലൈൻ കോഴ്സുകളും ഈ ഒരു 6 മാസത്തെ ഈ ഒരു ഇതും പൂർണ്ണമായി നമ്മളൊരു പുതിയ ലെവലിലോട്ട് മാറ്റാൻ നമ്മൾ ഈടാക്കുന്ന ഫീസ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. ഓൺലി 50,000 മാത്രമേ ഉള്ളൂ. അത് അധികമാണോ മൈ ഡിയർ ഫ്രണ്ട്സ്? എസ്വർണോ? ഒരിക്കലും സാറേ ഈ ഓൺലൈൻ കോഴ്സ് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഫ്രീ ആണ്. നമ്മൾ ചെയ്ത എത്രയോ ഓഫ്ലൈൻ കോഴ്സുകൾ നമ്മൾ ചെയ്തല്ലോ. ആ കോഴ്സിന്റെ പൈസ ശരിക്കും അത് ആകുന്നുള്ളൂ. ഓൺലൈൻ കോഴ്സ് എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് കിട്ടി എന്നുള്ളതാണ് എന്റെ ഫീലിംഗ്. അതായത് റിയലി നമ്മൾ ഓഫ്ലൈൻ അറ്റൻഡ് ചെയ്തപ്പോ 10 അവേഴ്സ് വെച്ചിട്ടാണല്ലോ ഓരോ ഓഫ്ലൈൻ കോഴ്സും. നമ്മൾ മിനിമം ഒരു 8 to 10 അവേഴ്സ് ആണല്ലോ നമ്മുടെ ക്ലാസ്സുകൾ. അതും അതിനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എനർജി ഹീലിംഗ് ഒക്കെ കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് എപ്പോഴും തോന്നുന്നത് ട്രഷർ കോഴ്സ് ഫ്രീ ആണ്. അതായത് 7 ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ് ഉണ്ട്. ആ ക്ലാസിന്റെ ഫീസ് മാത്രമേ ഇത് വരുന്നുള്ളൂ. ആ രൂപത്തിലാണ് സെറ്റ് ചെയ്തത്. സോ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ബദറുദ്ദീൻ സാർ ഈ ഒരു നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അത് താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിന്റെ തിരുത്തി എഴുതാൻ വേണ്ടി ഒന്ന് കോൺടാക്ട് ചെയ്യാം. അടുത്ത 1-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുക. പക്ഷെ 1-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ട്രഷറാണ് 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുക. അതിന് മുമ്പ് തന്നെ നമ്മൾ നിങ്ങൾ 30 ലക്ഷം എങ്ങനെ സെറ്റ് ചെയ്യാം, എങ്ങനെയാണ് ഈ 30 ലക്ഷം ഒരാൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുക, അതേപോലെ തന്നെ എങ്ങനെയാണ് വിഷൻ ബോർഡ് ഉണ്ടാക്കുക, ഏതൊക്കെ രൂപത്തിലാണ് ഈ ഗോളുകൾ, ഉദാഹരണത്തിന് 30 ഗോളുകളിൽ ചില ഗോളുകൾ പൂർത്തിയാക്കാനുള്ള ഗോളുകൾ എന്ന് പറഞ്ഞാൽ മക്കളുടെ വിവാഹം, അതുപോലെ തന്നെ ഈ 6 മാസത്തിൽ ഒതുങ്ങാത്തതാണ്. ഉദാഹരണമായിട്ട് ഒരു കുട്ടിക്ക് മിനി മേഡത്തിന് കുട്ടിക്ക് അഡ്മിഷൻ കിട്ടണം. അപ്പൊ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ആ ഒരു സമയം വേണം. അങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ മാത്രമേ സെറ്റ് ആവാത്തതുള്ളൂ. ബാക്കി ഈ 6 മാസത്തിൽ ഒതുങ്ങുന്ന മുഴുവൻ ഗോളുകളും സെറ്റായി. ഷഫീഖ് സാർ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം 2025-26 ഒക്കെ നടക്കണമെന്ന് വിചാരിച്ച കാര്യങ്ങൾ പോലും ഇപ്പൊ നടന്നു. അദ്ദേഹത്തിന്റെ തലച്ചോറ് ഒരു ഗാന്ധമായി മാറി. പിന്നെ ഒരു കാര്യം, ഈ ട്രഷറി പഠിച്ചതിന് ശേഷം ഉയർന്നാൽ പിന്നെ താഴില്ല. സാധാരണ ചില ആൾക്കാർ പല കോഴ്സുകളും ഒക്കെ പഠിക്കും, അത് ഉയരും, പിന്നെയും പക്ഷേ ഇതല്ല. ജീവിതകാലം മുഴുവനും. കാരണം ഇതിൽ പഠിച്ച സാധനം എന്താ ചോദിക്കുകയാണെങ്കിൽ ആ രൂപത്തിലുള്ള കാര്യങ്ങളാണ്. ഒരിക്കലും എവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുവാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളാണ്. സോ അതുകൊണ്ട് ഇപ്പൊ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇപ്പൊ ഫീസൊക്കെ എല്ലാവരും അറിഞ്ഞു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? നമ്മള് എന്തെങ്കിലും ഒരു അത്യാഹിതം സംഭവിച്ചാൽ എത്ര ക്യാഷ് നമ്മൾ ഉണ്ടാക്കും. പക്ഷെ ഇത് നിങ്ങളുടെ ജീവിതം അത് ഒറ്റയടിക്കും നിങ്ങൾ ഫീസ് അടക്കണ്ട. അത് ഗഡുക്കളായിട്ടാണ് ചെയ്യുക. ബദറുദ്ദീൻ സാർ ഒന്ന് സംസാരിച്ചോ. കേൾക്കാമോ? ശക്തമായ മഴയാണ്. നല്ല മഴയാണ്, അതുകൊണ്ട് സാറിന് സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങള് ഫീസിന്റെ വിഷയത്തിലൊന്നും ടെൻഷൻ അടിക്കണ്ട. അത് ഈ രൂപത്തിൽ ചെയ്താൽ മതി. ഇപ്പൊ സെക്കൻഡ് ബാച്ച് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തു. സെക്കൻഡ് ബാച്ച് ഇപ്പൊ 2-3 മാസമായിട്ടുള്ളൂ. അവരിപ്പോ എന്ത് പറയുന്നു? സെക്കൻഡ് ബാച്ചിൽ ആരെങ്കിലും ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ? സെക്കൻഡ് ബാച്ച്, പുതിയ ബാച്ച് സാറ് തോന്നുന്നുണ്ടോ സാറേ 50,000 എന്ന് പറയുന്നത് ഈ കോഴ്സിന്, ഈ ഒരു ട്രഷർ എന്ന് പറയുന്ന കോഴ്സിന് അധിക ഫീസാണെന്ന്, അല്ലെങ്കിൽ എന്താ വാട്ട് യു ഹാവ് ടു സേ? ഇപ്പോൾ തുടങ്ങിയിട്ടില്ല. ഒരിക്കലും വെറും മനസമാധാനത്തിന് മാത്രം ആ പൈസ മതിയാവില്ല. റിയലി ഇതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ 1 ലാഖോ 2 ലാഖോ ഒക്കെ ആക്കി ആളുകളെ കുറക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും സുഖമാണ്. പക്ഷെ നമ്മൾ പറഞ്ഞല്ലോ, സാധാരണക്കാർക്ക് ലഭിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇത്രയും വലിയൊരു ഓഫർ, ഇത്രയും വലിയൊരു സാധനം ഒരിക്കലും ഈ പ്രൈസ് ഒന്നും കിട്ടില്ല. അത് നമ്മളെ ഒരു ഇത് മാത്രമാണ്, സോഷ്യൽ കമ്മിറ്റ്മെന്റ് ആണ്. ഇപ്പൊ EFT തന്നെ എറണാകുളത്തൊക്കെ ഇന്നലെ പങ്കെടുത്തല്ലോ. എറണാകുളത്ത് ഇന്നലെ പങ്കെടുത്ത ആരെങ്കിലും ഉണ്ടോ ഇതിൽ? എനിവൺ? ഇന്നലെ എറണാകുളത്ത് നമ്മളെ പോൾ സാർ ഉണ്ടായിരുന്നു. വേറെ ആരെങ്കിലും ഉണ്ടോ എറണാകുളത്ത് ഇന്നലെ EFT പങ്കെടുത്ത ആരെങ്കിലും ഉണ്ടോ? ആരാ ഉണ്ടെന്ന് പറഞ്ഞേ? ഫാരിഷ പറഞ്ഞു. പിന്നെ ആരാ ഉണ്ടെന്ന് പറഞ്ഞേ? മനോജ്.
മനോജ് എന്ത് പറയുന്നു? ആ അതാ ഇത് പങ്കെടുക്കാൻ ഇരുന്ന് പോയെങ്കിൽ വലിയ നഷ്ടമായി പോയനായിരുന്നു. അപ്പം ഞാൻ വിചാരിക്കുന്നത് അടുത്ത സെഷനിൽ എനിക്ക് പങ്കെടുക്കാം. പക്ഷെ ആർക്കെങ്കിലും അഥവാ എനിക്കിപ്പം മറ്റേ റെഡി ആവുന്നുള്ള ഉറപ്പായിട്ടുണ്ട്. അത് ആയി കഴിഞ്ഞാൽ ഞാൻ ഒരാളെ കൂടെ പങ്കെടുപ്പിക്കാൻ നോക്കും. ആ പൈസ ഞാൻ കൊടുത്തു. വെരി ഗുഡ്. എനിക്ക് ഞാൻ ചോദിക്കട്ടെ, ഒരാളെ നിവൃത്തിയില്ലാത്ത ഒരാൾക്ക് ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ഇന്നലെ നിങ്ങൾ EFT പങ്കെടുത്തു, അത്രയും സമയം പോയത് നിങ്ങൾ അറിഞ്ഞോ? നിങ്ങൾ ചെലവഴിച്ചതാണോ നിങ്ങൾക്ക് കിട്ടിയത്? നിങ്ങൾക്ക് ഇപ്പൊ ലഭിച്ച മാനസികമായിട്ടുള്ള മാറ്റം, ശാരീരികമായ മാറ്റം, ഇതിന് നിങ്ങൾ അടച്ച പണമോ അല്ലെങ്കിൽ ഫീസോ അല്ലെങ്കിൽ നിങ്ങൾ അവിടുത്തെ ചെലവഴിച്ച സമയമോ ഏതെങ്കിലും ഒന്ന് താരതമ്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയതാണോ, നിങ്ങൾ ഹാപ്പി പാർക്കിന് അടച്ചതാണോ? വിച്ച് വൺ ഈസ് എന്താ പറയാ, ഉള്ളത് പറയുകയാണെങ്കിൽ ഇത് നേരത്തെ എന്നെ ഇത് വരേണ്ടതായിരുന്നു. ഇത് അതാണ് ഏറ്റവും അത് വരെയുള്ള സാമ്പത്തികമായ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും സാമ്പത്തും പോയതിനെക്കാട്ടും പ്രശ്നം ഞാൻ നേരത്തെ വരാതെ പോയതിലാണ്. സാറിന്റെ ക്ലാസ് നേരത്തെ പങ്കെടുത്തായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും പ്രശ്നം എന്തോ അതിനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി മുതൽ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അതാണ് ഏറ്റവും വലിയ നഷ്ടം എന്ന് പറഞ്ഞത്. പങ്കെടുക്കാൻ സാറ് തന്നെ ഇത് വെച്ചിട്ടുണ്ട്, പിന്നെ ഇതില് ലിങ്ക് അയച്ചിട്ടുണ്ട്. അതിൽ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ജോയിൻ ചെയ്യാം. നമ്മൾ ഒരു സെർട്ടൺ നമ്പർ ഓഫ് ക്വാണ്ടിറ്റി ഉണ്ട്. ആ ക്വാണ്ടിറ്റി കഴിഞ്ഞാൽ നമ്മൾ ഇത് ക്ലോസ് ചെയ്യും. സോ ഇതൊരു അത്യത്ഭുതമാണ്. നിങ്ങളുടെ ജീനുകളിൽ, ജനിതക കോഡുകളിൽ അതാണ് മാറ്റം. നിങ്ങൾ അസ്ഥിയിൽ പിടിച്ചു മാറ്റുക എന്ന് അതിനെ പറയാം. അതാണ് ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. സോ ഇനി എന്തെങ്കിലും ഡൗട്ട്സോ മറ്റോ ഉണ്ടോ മൈ ഡിയർ ഫ്രണ്ട്സ്? ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. സെപ്റ്റംബർ 1 തുടങ്ങുന്നത്. പക്ഷെ അതിന് മുമ്പ് തന്നെ ഓഗസ്റ്റ് പകുതിക്ക് തന്നെ ഇതിന്റെ ഗോൾ സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങളെ പഠിപ്പിക്കും. അതുപോലെ തന്നെ ഓഗസ്റ്റ് 25 കോഴിക്കോട് EFT ഉണ്ട്. ആ EFTയിൽ പങ്കെടുക്കുന്ന ആളുകൾ, ട്രഷറിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ആ EFT കോഴ്സ് ഫ്രീ ആയിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ വേറെയുള്ള ഓൺലൈനായിട്ട് വരുന്ന ബാക്കിയുള്ള കോഴ്സുകളൊക്കെ ഇതിന്റെ കൂടെ നിങ്ങൾക്ക് സൗജന്യമായിട്ട് പങ്കെടുക്കാം. ഓക്കെ, ശരി. ആർ യു ഹാപ്പി? അപ്പൊ ഏതായാലും മറ്റേ സാറെ നമ്പർ കിട്ടിയില്ല. ആ സാറ് നമ്പർ കിട്ടിയില്ല. ഞാൻ ഒന്നുകൂടിയും അയച്ചു തരാം. സാറ് നമ്പർ ഇതാണ്, ഒന്ന് എഴുതി വെച്ചോളൂ. നിങ്ങള് ഇപ്പൊ കാണുന്നില്ലേ? 9567800617. സ്ക്രീൻഷോട്ട് എടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിലുണ്ടല്ലോ, ഗ്രൂപ്പിലുണ്ടാവും. സാറ് ഗ്രൂപ്പിലുണ്ടാവും. ഇന്ന് ഇപ്പോ ഗ്രൂപ്പിലൂടെ ലിങ്ക് ഷെയർ ചെയ്യും. താല്പര്യമുള്ള ആളുകള് അതിലൊന്ന് ജോയിൻ ചെയ്യണം. നമുക്കൊരു നിശ്ചിത ഒരളവുണ്ട്. ആ അളവ് എത്തിയാല്, കൗണ്ട് എത്തിയാല് നമ്മൾ രജിസ്ട്രേഷൻ സ്റ്റോപ്പ് ചെയ്യും. കഴിഞ്ഞ ബാച്ചിലൊക്കെ അഡ്മിഷൻ കിട്ടാത്ത ആളുകൾ ഉണ്ടാവും. അപ്പൊ അവർ ഇപ്രാവശ്യം ഫസ്റ്റ് അറിയാം. ആൾക്കാർ വെയിറ്റ് ചെയ്തു അവസാനം ഇത് ക്ലോസ് ചെയ്തപ്പം ഒരു 10-ലധികം ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, സാറേ ഞങ്ങൾ എടുക്കുമോ? ഒരു കാരണവശാലും എടുക്കില്ല. നമുക്കിതിന് പൈസയൊന്നും അല്ല പ്രധാനപ്പെട്ടത്. നമ്മൾ ഈ കോഴ്സ് ഈ ലോകത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു പുണ്യകർമ്മമാണ്. നമ്മൾ ഇവിടുന്ന് വിട്ടുപോയാലും ഇതിലൂടെ ലോകം നന്നാവും, ഒരു സംശയവുമില്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അതുകൊണ്ട് എന്താ പറയാ, ഏതെങ്കിലും ആളുകൾ എന്താ പറയാ, തീരുമാനം പെട്ടെന്ന് എടുക്കണം. അതിനുശേഷം പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി we won't allow. Okay. ആഗസ്റ്റ് 10 ക്ലാസ് ഇല്ലേ? ആഗസ്റ്റ് 10 ക്ലാസ് ഉണ്ട്. അതൊന്ന് ബുക്ക് ചെയ്തോളൂ. അത് നമ്മള് പിന്നെ ഈ EFTയുടെ ഈ ആളുകൾക്കുള്ള മൊമെന്റോ വിതരണം ഉണ്ട്. അതേപോലെ തന്നെ അതൊരു അടിപൊളി സെഷൻ, ട്രാൻസാക്ഷൻ അനാലിസിസ്. ബുക്ക് ചെയ്യുമ്പോൾ ഈ EFT ക്ലാസ്സിൽ പങ്കെടുത്തൂടെ? പങ്കെടുക്കാം. ഓക്കേ, താല്പര്യമുള്ള ആളുകള് ഇന്ന് തന്നെ ഈ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം. ഈ ട്രഷറിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് അവർക്ക് ഓഗസ്റ്റ് 25 കോഴിക്കോട് വെച്ച് നടക്കുന്ന EFTയില് സൗജന്യമായിട്ട് പങ്കെടുക്കാം. ഓക്കെ, അവർക്ക് EFTയുടെ എല്ലാ കോഴ്സും സൗജന്യം. ഈ ട്രഷറിന്റെ കൂടെ തന്നെ 7 കോഴ്സുകൾ സൗജന്യം.
നോ പേ. ഓക്കെ, സർ ഞാൻ അബ്ബാസ് മാഷാണ്. പറയൂ സർ. ഇതിന്റെ തിയറി ക്ലാസ്സുകൾ സർ എന്ന് ആരംഭിക്കുക? ഇതിന് റിയൽ ക്ലാസ് സെപ്റ്റംബർ 1-നാണ്. പക്ഷെ ഒരു ഓഗസ്റ്റ് 15 മുതൽ നമ്മൾ എന്ത് ചെയ്യും, ഇതിലോട്ട് തുടങ്ങും. കാരണം അതിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ ഗോളുകളൊക്കെ സെറ്റ് ചെയ്യണം. അത് നിങ്ങളെ സെറ്റ് ചെയ്യാൻ നമ്മൾ സഹായിക്കും. എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളത് നമ്മൾ സഹായിക്കും. അല്ല, ഞാൻ എന്തോ ചോദിക്കുന്ന വെച്ചാൽ എനിക്ക് പിന്നെ ഈ ഓഗസ്റ്റ് 30 സെപ്റ്റംബർ 1 എന്റെ മോളെ കല്യാണമാണ്. അപ്പൊ അതിന് മുമ്പ് ഇത് തിയറി ക്ലാസ് മുടങ്ങുമോ എന്നുള്ള സംശയമാണ്. അതായത് ഓഗസ്റ്റ് 30-ന് സാറിന്റെ മകളെ കല്യാണം? അതെ, 31-ന്. കുഴപ്പമില്ല, ഇത് ഓൺലൈൻ അല്ല, റെക്കോർഡിംഗ് ഉണ്ടാവും. റെക്കോർഡിംഗ് ഉണ്ടാവും അല്ലേ? പിന്നെ ആയിക്കോട്ടെ, ഞാൻ എന്തായാലും ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും സാർ എന്തായാലും ചെയ്യണം. സാർ റിട്ടയർഡ് ആണ്. സാറിനെ കൊണ്ട് ഇനിയുള്ള കാലത്ത് ഇതുവരെ നിങ്ങള് ജീവിച്ചതല്ല, ഇനിയുള്ളതാണ് ലൈഫ്. സാർ നിർബന്ധമായും ചെയ്യണം. സാർ എനിക്കറിയാം, തീർച്ചയായിട്ടും ഞാൻ ഉണ്ടാവും. എനിക്കറിയാം. യു ആർ വെരി ഗുഡ്, യു ആർ വെരി സ്പെഷ്യൽ and you have transformed after you come here because it is the correct platform. Okay, surely. Okay sir. ശരി, അപ്പോൾ ഇന്നത്തെ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ട്രഷർ എന്ന് പറയുന്നത് ഇനി ഒരിക്കൽ നിങ്ങൾക്ക് വരാൻ കാത്തിരിക്കരുത്. ഒരു ദിവസം മുമ്പ് വന്നാൽ അത്രയും നമ്മുടെ ലൈഫ് മാറും. മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിക്കുന്നു.